മാസ്റ്റർ കി അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളും മലയാളത്തിൽ വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം കവികൾ, കിളികൾ, സ്വാമികൾ, അധ്യാപകന്മാർ. ശ്രദ്ധിക്കുക, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. കവികൾ, കിളികൾ, സ്വാമികൾ, അധ്യാപകന്മാർ. ഇനി പൂജക ബഹുവചനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പൂജക ബഹുവചനം സ്വാമികൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പം സ്വാമികൾ എന്നുള്ളതാണ് പൂജക ബഹുവചനം. അതായത് വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വചനം? ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൻ്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റത്തെ പറയുന്ന പേരാണ് എന്തുവാ? വചനം. അപ്പൊ വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൻ്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റം. അപ്പം വചനം രണ്ട് വിധമുണ്ട്. ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നിനെ ആയിരിക്കും കാണിക്കുന്നത്, അവിടെ പ്രത്യയം ഇല്ല. ഉദാഹരണം പൂവ്. പൂവിന് നമ്മൾ പ്രത്യയം ചേർത്തൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ പൂവ് ഒന്നിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നിനെ കാണിക്കുകയാണെങ്കിൽ അത് ഏകവചനമാണ്. ഇനി ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നതാണ് എന്തുവാ? ബഹുവചനം. അപ്പം ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നു. അവിടെ വരുന്ന പ്രത്യയങ്ങളാണ് അർ, മാർ, കൾ എന്നിവ. അർ, മാർ, കൾ. ഉദാഹരണം പൂവിൻ്റെ ബഹുവചന രൂപമാണ് എന്തുവാ? പൂക്കൾ. പൂവിൻ്റെ ബഹുവചന രൂപം പൂക്കൾ. അപ്പോൾ വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൻ്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റം. വചനം രണ്ട് വിധമുണ്ട്, ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനം ഒന്നിനെ കാണിക്കുന്നു, അവിടെ പ്രത്യയമില്ല. ബഹുവചനം ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തെയാണ് കാണിക്കുന്നത്, അതിൻ്റെ പ്രത്യയങ്ങളാണ് അർ, മാർ, കൾ. ഓക്കെ, ഇനി ബഹുവചനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ബഹുവചനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അപ്പോൾ സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ നമ്മൾ എന്തിനു തിരിക്കുന്നു? ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നു. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിംഗത്തെയോ സ്ത്രീലിംഗത്തെയോ നപുംസകലിംഗത്തെയോ പ്രത്യേകം വേർതിരിച്ചറിയാവുന്ന ബഹുവചനമാണ് സലിംഗ ബഹുവചനം. അപ്പം എന്താണ് സലിംഗ ബഹുവചനം? പുല്ലിംഗത്തെയോ സ്ത്രീലിംഗത്തെയോ നപുംസകലിംഗത്തെയോ പ്രത്യേകം നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. ഇതിനെ പറയുന്ന പേരാണ് സലിംഗ ബഹുവചനം. അതായത് പറയുന്ന നാമം ഏത് ലിംഗത്തിൽ പെടുന്നതാണെന്ന് തിരിച്ചറിയാനാകുന്ന ബഹുവചന രൂപമാണ്. പറയുന്ന നാമം ഏത് ലിംഗത്തിൽ പെടുന്നതാണെന്ന് തിരിച്ചറിയാനാകുന്ന ബഹുവചന രൂപമാണിത്. അതായത് സ്ത്രീലിംഗ ശബ്ദത്തെയും പുല്ലിംഗ ശബ്ദത്തെയും നപുംസകലിംഗ ശബ്ദത്തെയും വെവ്വേറെ പറഞ്ഞ് അതിൻ്റെ ബഹുവചന രൂപമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സലിംഗ ബഹുവചനം എന്ന് പറയാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷനായിട്ട് വരുന്നത്. അപ്പം എന്താണ്? പുല്ലിംഗത്തെയോ സ്ത്രീലിംഗത്തെയോ നപുംസകലിംഗത്തെയോ പ്രത്യേകം വേർതിരിച്ചറിയാവുന്ന ബഹുവചന രൂപമാണ് സലിംഗ ബഹുവചനം. പറയുന്ന നാമം ഏത് ലിംഗത്തിൽ പെടുന്നു എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏത് ബഹുവചനം? സലിംഗ ബഹുവചനം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മമാർ. അമ്മമാർ എന്ന് പറയുമ്പം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലെ? പെൺകുട്ടികൾ സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, പുരുഷന്മാർ അത് പുല്ലിംഗ ശബ്ദമാണ്. ആൺകുട്ടികൾ പുല്ലിംഗ ശബ്ദമാണ്. മരങ്ങൾ നപുംസകലിംഗ ശബ്ദമാണ്. നദികൾ അതും നപുംസകലിംഗ ശബ്ദമാണ്. അപ്പം ഇതുപോലെ ഓരോ ലിംഗത്തെയും, അതായത് പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും നപുംസകലിംഗത്തെയും ഒക്കെ വെവ്വേറെ തിരിച്ച് അതിൻ്റെ ബഹുവചന രൂപമാണ് പറയുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സലിംഗ ബഹുവചനം എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് അലിംഗ ബഹുവചനം.
അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്ന ബഹുവചന രൂപം. അപ്പൊ നോക്കിക്കേ, പുല്ലിംഗത്തെയും സ്ത്രീലിംഗത്തെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് അലിംഗ ബഹുവചനം. അതായത് ആണിനെയും പെണ്ണിനെയും ഒക്കെ ഒരുമിച്ച് സൂചിപ്പിക്കുന്നു അല്ലേ. അപ്പം സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതിന് പറയുന്ന പേരാണ് എന്തുവാ? അലിംഗ ബഹുവചനം. ഉദാഹരണം പറയുകയാണെങ്കിൽ അധ്യാപകർ. അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപികമാരും വരുന്നുണ്ട്, അധ്യാപകന്മാരും വരുന്നുണ്ട്. രണ്ട് കൂട്ടരെയും കൂടെ ചേർത്ത് നമ്മൾ അധ്യാപകർ എന്ന് പറയും. അപ്പം അധ്യാപകർ എന്നുള്ളത് ഏത് ബഹുവചനമാണ്? അലിംഗ ബഹുവചനം. എന്നാൽ അധ്യാപകന്മാരെന്നോ അധ്യാപികമാരെന്നോ പറഞ്ഞിരുന്നുവെങ്കിൽ അതെന്തായിരുന്നേനെ? സലിംഗ ബഹുവചനമായേനെ. ഓക്കെ. പ്രഭാഷകർ, ഗായകർ, രോഗികൾ, വൃദ്ധർ, കുട്ടികൾ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും എല്ലാം വരുന്നുണ്ട് അല്ലേ. ഓക്കെ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ, ദമ്പതികൾ. എന്താണ്? ദമ്പതികൾ. ഞങ്ങൾ ദമ്പതികൾ എന്നുള്ളത് വരും. മക്കൾ, ഇതൊക്കെ എന്തായിട്ട് വരും? അതായത് അധ്യാപകർ, പ്രഭാഷകർ, ഗായകർ, രോഗികൾ, വൃദ്ധർ, കുട്ടികൾ, ഞങ്ങൾ, ദമ്പതികൾ, മക്കൾ, വേലക്കാർ. ഇതെല്ലാം എന്താണ്? സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുന്നതാണ് അല്ലേ. ജനങ്ങൾ കണ്ടോ? ജനങ്ങൾ. ഇതെല്ലാം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുന്നതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നു. ഉദ്യോഗാർത്ഥികളും ഇതിലാണ് വരുന്നത്. ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതും എന്തിൽ വരും? അലിംഗ ബഹുവചനത്തിൽ. അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുന്നതെല്ലാം ചേർത്ത് നമ്മൾ എന്ത് പറയും? അലിംഗ ബഹുവചനം എന്ന് പറയുന്നു. അടുത്തതാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം. അപ്പൊ എന്താണ് പൂജക ബഹുവചനം? ബഹുമാന സൂചകമായി ഏകവചനത്തിന്റെ അർത്ഥത്തിൽ ബഹുവചനം പ്രയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ബഹുവചന രൂപമല്ല. ഒരു വ്യക്തിയെ കാണിക്കുന്ന ബഹുവചനമാണ് ഇത്. ഒരു വ്യക്തിയായിരിക്കും കാണിക്കുന്നത്, പക്ഷേ അത് ബഹുവചന രൂപത്തിൽ പറയും. അതെന്താ കാരണം? ഇങ്ങനെ പ്രയോഗിക്കുന്നതിൻ്റെ കാരണം ആ വ്യക്തിയോടുള്ള ആദരവ് സൂചിപ്പിക്കാനാണ്. എങ്ങനെ? അതായത് ഒരാളെ കാണുകയുള്ളൂ, അയാളെ നമ്മൾ ബഹുമാന സൂചകമായിട്ട് അവിടെ ബഹുവചന പ്രത്യയം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വാമികൾ, ശാസ്ത്രികൾ, തന്ത്രികൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, ചട്ടമ്പി സ്വാമികൾ, ജോത്സ്യർ, കേട്ടോ, ജോത്സ്യർ, വൈദ്യർ, വാര്യർ, താങ്കൾ, നിങ്ങൾ. ശ്രദ്ധിക്കുക, നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ. അവർകൾ, ഭീഷ്മർ, ദ്രോണർ, മാരർ, ഇതെല്ലാം ഇതിൽ വരുന്ന പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞ വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൻ്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റത്തെ പറയുന്ന പേരാണ് വചനം. വചനം എത്ര വിധമാണ്? രണ്ട് വിധമുണ്ട്. ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനം ഒന്നിനെ കാണിക്കുന്നു, അവിടെ പ്രത്യയമില്ല. ബഹുവചനം ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നു, അവിടെ വരുന്ന പ്രത്യയങ്ങളാണ് അർ, മാർ, കൾ. ബഹുവചനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും നപുംസകലിംഗത്തേക്ക് വേറെ വേറെ തിരിച്ച് കാണിക്കുന്ന ബഹുവചന രൂപമാണെങ്കിൽ അത് സലിംഗ ബഹുവചനം. സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ അത് അലിംഗ ബഹുവചനം. എന്നാൽ ഒരാളെ കാണുകയുള്ളൂ, ബഹുമാനം സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പൂജക ബഹുവചനം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? സ്വാമികൾ എന്നായിരുന്നു. അപ്പം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികൾ. അങ്ങനെയാണെങ്കിൽ കവികൾ എന്നുള്ളത്, കവികൾ എന്നുള്ളത് ഇതിനകത്ത് വരും, അത് സലിംഗ ബഹുവചനമാണ് അല്ലേ, കവികൾ. ഓക്കെ. ഇനി കിളികൾ എന്ന് പറയുമ്പോഴോ, കിളികൾ അത് അലിംഗ ബഹുവചനമാണ്. ഇനി കവയത്രിമാർ എന്നായിരുന്നുവെങ്കിലോ, കവയത്രിമാർ എന്നുള്ളതായിരുന്നെങ്കിൽ അത് ഇതിനകത്ത് വരും, അത് സലിംഗ ബഹുവചനത്തിൽ വരും.
അധ്യാപകന്മാർ. അധ്യാപകന്മാർ എന്ന് പറയുന്നത് ഇതിലാ വരുന്നത്? അധ്യാപകന്മാർ എന്നുള്ളത് അതും സലിംഗ ബഹുവചനമാണ്. അപ്പം കിളികൾ എന്ന് പറയുമ്പം അവിടെ അലിംഗ ബഹുവചനമാണ് അല്ലേ? കിളികൾ അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ അവിടെ ആൺകിളിയുണ്ട് പെൺകിളിയുണ്ട്. അധ്യാപകന്മാർ എന്ന് പറയുമ്പോഴോ അവിടെ ആണും ഉണ്ട് പെണ്ണുണ്ട്. ഇവിടെ കവികൾ. കവികൾ എന്ന് പറയുമ്പോൾ ഇവിടെ കവികൾ ഞാൻ നേരത്തെ പറഞ്ഞത് സലിംഗ ബഹുവചനം എന്നാണ് പറഞ്ഞത്. കവികൾ എന്ന് പറയുമ്പം ഇവിടെ അലിംഗ ബഹുവചനത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ത്രീലിംഗവും കയറി വരും കേട്ടോ, അലിംഗ ബഹുവചനം. അപ്പം അലിംഗം, അതായത് കവികൾ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും വരും പുരുഷനും വരും. എന്നാൽ കവയത്രിമാർ എന്നായിരുന്നു എങ്കിൽ അവിടെ വരുന്നത് ആരാണ്? സ്ത്രീകൾ മാത്രമേ വരുന്നുള്ളൂ, സ്ത്രീലിംഗ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. അത് എന്താണ്? കവയത്രിമാര് സലിംഗ ബഹുവചനമാണ്. കവയത്രിമാർ സലിംഗ ബഹുവചനം എന്ന് ശ്രദ്ധിച്ചോണേ. കവയത്രിമാർ സലിംഗ ബഹുവചനം. കവികൾ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും വരുന്നുണ്ട്, അതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്. കിളികൾ എന്നുള്ളതും എന്താണ്? അലിംഗ ബഹുവചനമാണ്. എന്നാൽ അധ്യാപകന്മാർ എന്ന് പറയുന്നത് എന്താണ്? സലിംഗ ബഹുവചനമാണ്. ക്ലിയർ അല്ലേ? അപ്പം നോക്കിക്കേ, പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇവിടെ ചോദിച്ചിരുന്നത്. പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ ഒരാളെ കാണുകയുള്ളൂ, ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിദ്യുത് ശക്തി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണെന്ന്. വിദ്യുത് ശക്തി ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ്. ഏതാ? വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി നമുക്ക് ശരിയായിട്ട് എഴുതാൻ വരെ ചോദിക്കാറുണ്ട്. പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് ചോദിക്കാറുണ്ട്, പിരിച്ചെഴുതാൻ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വിദ്യുത് ശക്തി എന്ന പദം ചോദിക്കാറുണ്ട്. അപ്പം വിദ്യുത് ശക്തി പിരിച്ചെഴുതുന്ന വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? വിദ്യുത് അധികം ശക്തി എന്നുള്ളതാണ്. അപ്പം വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. തിരിഞ്ഞു പോകരുത്. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. പിരിച്ചെഴുതുമ്പോൾ താ വരുന്നുണ്ടെങ്കിലും ചേർത്തെഴുതുമ്പോൾ അതില്ല. എല്ലാവരും ഒരു തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് ഈ വിദ്യുത് ശക്തി എന്ന് പറയുന്ന ആ ഒരു പദം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകൾ പറയുകയാണ്. അതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്നും ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ എന്ന പദം PS എപ്പോഴും ചോദിക്കുന്നതാണ്. ശരത്ചന്ദ്രൻ ശരത്ത് പ്ലസ് ചന്ദ്രനാണ്. ശരത്ത് ചന്ദ്രൻ. അപ്പം രണ്ട് പദങ്ങൾ ചേരുന്നതായിരിക്കുമല്ലോ. അപ്പം ശരത്തും ചന്ദ്രനും. അപ്പം ശരത്ത് പ്ലസ് ചന്ദ്രൻ. പക്ഷെ ചേർത്ത് എഴുതുമ്പോഴോ ശരത്ചന്ദ്രനേ വരികയുള്ളൂ കേട്ടോ. താ എങ്ങ് പോയി. ഇനി ഭഗവത്ഗീത. ഭഗവത്ഗീത ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. ഭഗവത്ഗീത ദായാണ് വരേണ്ടത്. ഭഗവത്ഗീത നമ്മൾ എഴുതുമ്പോൾ ഭഗവത്ഗീത എന്നാണ് വരേണ്ടത്. ഈ താ തെറ്റാണ്. അപ്പം ദായാണ് വരേണ്ടത്. അപ്പം പിരിച്ചെഴുതുമ്പം എങ്ങനെ വരും? ഭഗവത് പ്ലസ് ഗീത, ഭഗവത് പ്ലസ് ഗീത. ഹൃദ്വികാരം. ഹൃദ്വികാരം കണ്ടോ? ഈ ദാ വരുന്ന മിക്കവാറും ഭാഗങ്ങളിലെല്ലാം എന്തായിട്ട് മാറും? അത് തായായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഹൃദ്വികാരം. ഹൃത് അധികം വികാരമാണ് ഹൃദ്വികാരം. ഓക്കെ, സുഹൃജനം. സുഹൃജനം പിരിക്കുന്ന എങ്ങനെയാ? സുഹൃദ് അധികം ജനമാണ് സുഹൃജനം. സുഹൃദ് അധികം ജനം. ചലച്ചിത്രം. ചലത് പ്ലസ് ചിത്രമാണ് ചലച്ചിത്രം. ചലത് പ്ലസ് ചിത്രം. ഈ ചലച്ചിത്രം എന്ന പദം നമ്മൾ വിഗ്രഹിക്കാൻ ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചലച്ചിത്രം എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ചലച്ചിത്രം വിഗ്രഹിക്കുന്നത് ചലിക്കുന്ന ചിത്രം എന്നാണ്. അതായത് ഘടകപദങ്ങളാക്കാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചലച്ചിത്രം എന്ന പദം നമ്മൾ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ചലിക്കുന്ന ചിത്രം വിഗ്രഹിക്കുക, അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കാനൊക്കെ ചോദിക്കും. ഇനി നോക്കിക്കേ, ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ തെറ്റാണ്. നായും മായും കൂടാണ് വരേണ്ടത് കേട്ടോ. ചിന്മുദ്ര. ചിന്മുദ്ര എങ്ങനെ പിരിച്ചെഴുതുന്നത്? ചിത്ത് പ്ലസ് മുദ്ര എന്നാണ്. ചിത്ത് പ്ലസ് മുദ്ര. മഹച്ചരിതം. മഹത് അധികം ചരിതം എന്നാണ്. മഹച്ചരിതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? മഹത്ത് പ്ലസ് ചരിതം. അപ്പൊ ശരത്ചന്ദ്രൻ ശരത്ത് പ്ലസ് ചന്ദ്രൻ. ഭഗവത്ഗീത. ഭഗവത്ഗീത ഭഗവത് പ്ലസ് ഗീത. ഹൃദ്വികാരം. ഹൃദ് പ്ലസ് വികാരം. സുഹൃജനം. സുഹൃദ് പ്ലസ് ജനം. ചലച്ചിത്രം. ചലത് പ്ലസ് ചിത്രം. ചിന്മുദ്ര. ചിത്ത് പ്ലസ് മുദ്ര. മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം. അത് നോക്കിയേ, തജ്ജീവിതം. തജ്ജീവിതം. തത് പ്ലസ് ജീവിതം. തത് പ്ലസ് ജീവിതം. ഉന്നമ്രം. ഉദ് പ്ലസ് നമ്രം. ഉദ് പ്ലസ് നമ്രം. ഇനി ഉച്ഛ്വാസം എന്ന പദമാണ്. ഉച്ഛ്വാസം. ഉച്ഛ്വാസം. ഉച്ഛ്വാസം എന്ന പദം നമ്മൾ പിരിച്ചെഴുതുന്നത് ഉദ് പ്ലസ് ശ്വാസം എന്നാണ്. ഉദ് പ്ലസ് ശ്വാസമാണ്
ഉച്ഛ്വാസം. ഉദ്യോഗം ഉത് പ്ലസ് യോഗം ഉദ്യോഗം. ഉത്ത് പ്ലസ് ശ്വാസം ഉച്ഛ്വാസം. ഉത് പ്ലസ് യോഗം ഉദ്യോഗം. ഉജ്ജ്വലം ഉത്ത് പ്ലസ് ജലം ഉജ്ജ്വലം. ഉത് പ്ലസ് ജലം ഉജ്ജ്വലം. ഉല്ലാസം ഉത് പ്ലസ് ലാസം ഉല്ലാസം. ഉച്ഛിഷ്ടം ഉത് അധികം ശിഷ്ടം ഉച്ഛിഷ്ടം. ഉപനിഷദ്വാക്യം ഉപനിഷത്ത് താഴാണ്. ഉപനിഷത്ത് അധികം വാക്യം ഉപനിഷദ്വാക്യം. അപ്പോൾ ഉപനിഷത്ത് അധികം വാക്യം ഉപനിഷദ്വാക്യം. അപ്പം തജ്ജീവിതം തത് പ്ലസ് ജീവിതം. ഉന്നമ്രം ഉത്ത് പ്ലസ് നമ്രം. ഉച്ഛ്വാസം ഉത് പ്ലസ് ശ്വാസം. ഉദ്യോഗം ഉത് പ്ലസ് യോഗം. ഉജ്ജ്വലം ഉത് പ്ലസ് ജ്വലം. ഉല്ലാസം ഉത് പ്ലസ് ലാസം. ഉച്ഛിഷ്ടം ഉത് അധികം ശിഷ്ടം. ഉപനിഷദ്വാക്യം ഉപനിഷത്ത് അത് പ്ലസ് വാക്യം. അടുത്ത് നോക്കിക്കേ ചിന്മയൻ. ചിന്മയൻ എങ്ങനെയാ നമ്മൾ പിരിച്ചുന്നത്? ചിത് പ്ലസ് മയനാണ് ചിന്മയൻ. ചിത്ത് പ്ലസ് മയൻ ചിന്മയൻ കേട്ടോ. ചിത്ത് പ്ലസ് മയനാണ് ചിന്മയൻ. ചിത്ത് പ്ലസ് മയനാണ് ചിന്മയൻ. ഓക്കെ. ചിദ്രൂപം ചിദ്രൂപം. ചിത്ത് പ്ലസ് രൂപം ചിദ്രൂപം. ജീവച്ഛവം ജീവത് പ്ലസ് ശവം ജീവച്ഛവം. ജീവത് പ്ലസ് ശവം ജീവച്ഛവം. ഭവദ്രൂപം ഭവത് പ്ലസ് രൂപം ഭവദ്രൂപം. ഭവത് പ്ലസ് രൂപമാണ് ഭവദ്രൂപം. ചില്ലീനം ചിത്തധികം ലീനം ചില്ലീനം. ചിത്തധികം ലീനം ചില്ലീനം. തന്നിമിത്തം തത് പ്ലസ് നിമിത്തം തന്നിമിത്തം. തത് പ്ലസ് നിമിത്തം തന്നിമിത്തം. തഥാവിഷ്കാരം തത് പ്ലസ് ആവിഷ്കാരം തഥാവിഷ്കാരം. സതുദ്യമം സത്ത് പ്ലസ് ഉദ്യമം സദുദ്യമം. നോക്കിയേ ചിന്മയൻ എങ്ങനെ പിരിച്ചെഴുതിയത്? ചിത്ത് പ്ലസ് മയൻ. ചിദ്രൂപം ചിത്ത് പ്ലസ് രൂപം. ഭവദ്രൂപം ഭവത് പ്ലസ് രൂപം അല്ലേ ഭവദ്രൂപം. ജീവച്ഛവം ജീവത് പ്ലസ് ശവം. ചില്ലീനം ചിത് അധികം ലീനം. തന്നിമിത്തം തത് പ്ലസ് നിമിത്തം. തദാവിഷ്കാരം തത് പ്ലസ് ആവിഷ്കാരം. സദുദ്യമം സത്ത് പ്ലസ് ഉദ്യമം. അടുത്ത് നോക്കിക്കേ സതുപായം. സത്ത് അധികം ഉപായമാണ് സതുപായം. സദാചാരം സത് പ്ലസ് ആചാരം സദാചാരം. ഋഗ്വേദം ഋക്കധികം വേദം. അതായത് ഗാ വരുന്ന സ്ഥലത്തെല്ലാം കായായിട്ട് മാറും. ഋക്കധികം വേദം ഋഗ്വേദം. വാഗ്വാദം വാക്ക് പ്ലസ് വാദം വാഗ്വാദം. വാഗർത്ഥം വാക് പ്ലസ് അർത്ഥം വാഗർത്ഥം. വാഗതീതം വാക് പ്ലസ് അതീതം വാക് അതീതം. നവോത്ഥാനം നവാ പ്ലസ് ഉത്ഥാനം നവോത്ഥാനം. നവോന്മേഷം നവാ പ്ലസ് ഉന്മേഷം. അപ്പം നോക്കിയാൽ സതുപായം സത് അധികം ഉപായം. സദാചാരം സത് അധികം ആചാരം സദാചാരം. ഋഗ്വേദം ഋക്കധികം വേദം. വാഗ്വാദം വാക് അധികം വാദം. ഇത് മിക്കവാറും എക്സാമിന് വരുന്ന വാക്കുകളാണ് കേട്ടോ. വാഗർത്ഥം വാക് പ്ലസ് അർത്ഥം. വാഗതീതം വാക് പ്ലസ് അതീതം. നവോത്ഥാനം നവാ പ്ലസ് ഉദ്ധാനം. നവോന്മേഷം നവാ പ്ലസ് ഉന്മേഷം. ഓക്കെ. നവാഗതൻ നവാ പ്ലസ് ആഗതനാണ് നവാഗതൻ. നവാ പ്ലസ് ആഗതൻ. വാഗ്ദാനം വാക്ക് പ്ലസ് ദാനം വാഗ്ദാനം. വാക്ക് പ്ലസ് ദാനം വാഗ്ദാനം വാഗ്ദാനം. ഇങ്ങനെയാണ് വാഗ്ദാനം എഴുതുന്നത്. അപ്പൊ വാഗ്ദാനം വാക് പ്ലസ് ദാനം വാഗ്ദാനം. വാഗ്ദേവത വാക് പ്ലസ് ദേവത വാഗ്ദേവത. വാഗീശൻ വാക് പ്ലസ് ഈശൻ വാഗീശൻ. അന്വാഖ്യാനം അനു പ്ലസ് ആഖ്യാനം അന്വാഖ്യാനം അന്വാഖ്യാനം. അനു പ്ലസ് ആഖ്യാനം. അന്വർത്ഥം അന്വർത്ഥമാണ് ആയാണ്. അന്വർത്ഥം അനു പ്ലസ് അർത്ഥം അന്വർത്ഥം. നിരീശ്വരൻ നീ അധികം ഈശ്വരൻ നിരീശ്വരൻ. അധസ്ഥലം അധസ്ഥലം ഇധായല്ല ഇധായാണ്. അപ്പൊ അധസ്ഥലം അധഹ അധികം തലം. അപ്പൊ നവാഗതൻ നവാ പ്ലസ് ആഗതൻ. വാഗ്ദാനം വാക് പ്ലസ് ദാനം.
വാഗ്ദേവത വാക് പ്ലസ് ദേവത, വാഗീശൻ വാക് പ്ലസ് ഈശൻ, അന്വാഖ്യാനം അനു പ്ലസ് ആഖ്യാനം, അന്വർത്ഥം അനു പ്ലസ് അർത്ഥം, നിരീശ്വരൻ നി അധികം ഈശ്വരൻ, അധസ്ഥലം അധ അധികം തലം. നോക്കിയേ, മനസ്താപം, മനസ്താപം മനഃ അധികം താപം, മനഃ അധികം താപം. മനഃശാസ്ത്രം മനഃ അധികം ശാസ്ത്രം. മക്കത്തായം മക്കൾ പ്ലസ് തായം, മക്കത്തായം മക്കൾ പ്ലസ് തായം. സ്വാഗതം സു അധികം ആഗതം, സ്വാഗതം എങ്ങനെ നമ്മൾ പിരിച്ചിരുന്നത്? സു അധികം ആഗതം. സുഷുപ്തി സു അധികം സുപ്തി, സുഷുപ്തി സു അധികം സുപ്തി. ചെപ്പേട് ചെമ്പ് പ്ലസ് ഏട്, ചെപ്പേട് ചെമ്പ് പ്ലസ് ഏട്. തുഴയാൻ തുഴ പ്ലസ് ആൻ, തുഴയാൻ തുഴ പ്ലസ് ആൻ. ഈ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ഈ വാക്ക്, തുഴയാൻ തുഴ പ്ലസ് ആൻ. സതീച്ച സതി പ്ലസ് ഇച്ഛ. അപ്പം മനസ്താപം മനഃ അധികം താപം. മനഃശക്തി മന അധികം ശക്തി. അതെനിക്ക് മനഃശാസ്ത്രം മനഃ അധികം ശാസ്ത്രം, മനഃശാസ്ത്രം. മക്കത്തായം മക്കൾ അധികം തായം, മക്കത്തായം. സ്വാഗതം സു അധികം ആഗതം, സ്വാഗതം. സുഷുപ്തി സു അധികം സുപ്തി, സുഷുപ്തി. ചെപ്പേട് ചെമ്പ് പ്ലസ് ഏട്, ചെപ്പേട്. തുഴയാൻ തുഴ പ്ലസ് ആൻ, തുഴയാൻ. സതീച്ച സതി പ്ലസ് ഇച്ഛ. ഓക്കെ, അതൊക്കെ. വിഷയികം വിഷയികം, ഇവിടെ യുന്നുണ്ട്. വിഷയികം എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? വിഷയ പ്ലസ് ഏകമാണ് വിഷയികം, വിഷയ പ്ലസ് ഏകം വിഷയികം. പൊൽത്തിടമ്പ് പൊൽത്തിടമ്പ്, നോക്കിയേ പൊൽത്തിടമ്പ് ഇല്ല് വരുന്നിടത്ത് അങ്ങ് ഇന്നായി മാറി ഇവിടെ, പൊന്നധികം തിടമ്പ്. അതുപോലെ ആ പൊൽക്കുടം പിരിക്കാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പൊൽക്കുടമാണ് പൊൽക്കുടം, പൊൽക്കുടം നമ്മൾ പിരിച്ചെഴുതുന്നത് പൊന്നധികം കുടം എന്നാണ് കേട്ടോ. പൊൽക്കുടം എങ്ങനെ തിരിക്കും? പൊന്നധികം കുടം, പൊൽക്കുടം എന്നാണ് പൊൽക്കുടം. അപ്പം അവിടെ ഇല്ലായിട്ട് വരും. അപ്പോൾ പൊൽത്തിടമ്പ് പൊന്നധികം തിടമ്പ്, പൊൽക്കുടം എങ്ങനെയാ? പൊന്നധികം കുടം. ഓക്കെ, വിണ്ടലം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വിണ്ടലം അല്ലേ? വിണ്ടലം വിൺ പ്ലസ് തലം, വിണ്ടലം. ഇത് ഏത് സന്ധിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിണ്ടലം ആദേശ സന്ധിയാണ് കേട്ടോ. അപ്പം വിണ്ടലം ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. ഓക്കെ, വെഞ്ചാമരം വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം, വെഞ്ചാമരം വെൺ പ്ലസ് ചാമരം. വെണ്മ വെൾ പ്ലസ് മായാണ് വെണ്മ, വെൾ പ്ലസ് മ. ഇതെല്ലാം ആദേശസന്ധിയാണ് കേട്ടോ. അതായത് വിണ്ടലവും വെഞ്ചാമരവും വെണ്മയും ഉണ്മയും എന്താണ്? ആദേശസന്ധിയാണ്. അപ്പം എന്താണ്? അപ്പം ശ്രദ്ധിക്കുക. വിണ്ടലം വിൺ പ്ലസ് തലം വിണ്ടലം. വെഞ്ചാമരം വെൺ പ്ലസ് ചാമരം വെഞ്ചാമരം. വെണ്മ വെൾ പ്ലസ് മ വെണ്മ. എന്നിട്ട് ഉണ്മ ഉൾ പ്ലസ് മ. അവൻ അവൻ എന്നുള്ളത് എപ്പോഴും പിരിച്ചിടാൻ ചോദിക്കുന്നുണ്ട്. അതും ആ പ്ലസ് അന്ന്, ആ പ്ലസ് അന്നാണ് അവൻ. അപ്പം അവൾ എന്നാണെങ്കിലോ അവൾ ആ പ്ലസ് അള്ളാണ്, ആ പ്ലസ് അള്ള്. അപ്പം അവൻ ആ പ്ലസ് അന്യം, അവൾ ആ പ്ലസ് അള്ളമാണ്. പെങ്ങൾ പെൺ പ്ലസ് കള്ള്, പെങ്ങൾ പെൺ പ്ലസ് കൾ. അപ്പം വിഷയികം വിഷയ പ്ലസ് ഏകം. പൊൽത്തിടമ്പ് പൊന്നധികം തിടമ്പ്. വിണ്ടലം വിൺ പ്ലസ് തലം വിണ്ടലം. വെഞ്ചാമരം വെൺ പ്ലസ് ചാമരം. വെണ്മ വെൾ പ്ലസ് മ വെണ്മ. ഉണ്മ ഉൾ പ്ലസ് മ ഉണ്മ. അവൻ ആ പ്ലസ് അൻ അവൻ. പെങ്ങൾ പെൺ പ്ലസ് കൾ ആണ് പെങ്ങൾ. നോക്കിയേ, താങ്കൾ താങ്കൾ എന്ന പദം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുന്നത്? താൻ പ്ലസ് കള്ളാണ് താങ്കൾ. തണ്ടാർ തൺ പ്ലസ് താർ തണ്ടാർ. എണ്ണൂറ് എൺ പ്ലസ് നൂറ് എണ്ണൂറ്. നെന്മണി നെല്ല് പ്ലസ് മണി. ഓക്കെ, ശ്രദ്ധിക്കുക. നെന്മണി എന്ന പദം നമുക്ക് നെൽ പ്ലസ് മണി എന്നും പിരിച്ചെഴുതാം. നമുക്ക് ഈ ഇടയ്ക്ക് നടന്നൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെന്മണി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്. നെല്ല് പ്ലസ് മണിയും ഉണ്ടായിരുന്നു, നെൽ പ്ലസ് മണിയും ഓപ്ഷനിലുണ്ട്. ഇത് രണ്ടും ശരി തന്നെയാണ് കേട്ടോ. അപ്പം നെന്മണി നെല്ല് പ്ലസ് മണി അല്ലെങ്കിൽ നെൽ പ്ലസ് മണി എന്നും പറയാം. മരം ചാടി മരം പ്ലസ് ചാടി മരം ചാടി. മരത്തിൽ മരം പ്ലസ് ഇല്ല് മരത്തിൽ, മരം പ്ലസ് ഇല്ല് മരത്തിൽ.
ചിങ്ങത്തിൽ, ചിങ്ങം പ്ലസ് ഇൽ, ചിങ്ങത്തിൽ. വൃഗോദരൻ, വൃഗ പ്ലസ് ഉദരൻ, വൃഗോദരൻ, വൃഗ പ്ലസ് ഉദരൻ, വൃഗോദരൻ. നോക്കിയേ, താങ്കൾ, താൻ പ്ലസ് കള്ള്. തണ്ടാർ, തൺ പ്ലസ് താർ. 800, എൺ പ്ലസ് 100. നെന്മണി, നെല് പ്ലസ് മണി, നെന്മണി. മരം ചാടി, മരം പ്ലസ് ചാടി, മരം ചാടി. മരത്തിൽ, മരം പ്ലസ് ഇൽ, മരത്തിൽ. ചിങ്ങത്തിലോ, ചിങ്ങം പ്ലസ് ഇൽ, ചിങ്ങത്തിൽ. വൃഗോദരൻ, വൃഗ പ്ലസ് ഉദരൻ, വൃഗോദരൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയാനുള്ള ആഗ്രഹം എന്താണെന്ന്. പറയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റപ്പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിജ്ഞാസ, വിവക്ഷ, ചകീർഷ, ജിഗീഷ. അപ്പം വിവക്ഷ എന്നുള്ളതാണ് പറയാനുള്ള ആഗ്രഹം. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. ഒറ്റപ്പദം ചോദിക്കുന്നതാണിത്. അപ്പൊ പറയാനുള്ള ആഗ്രഹം എന്താണ്? വിവക്ഷയാണ്. ഇനി നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ പഠിക്കാം, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒറ്റപ്പദങ്ങൾ. അറിയാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. പറയാനുള്ള ആഗ്രഹം വിവക്ഷ. കാണാനുള്ള ആഗ്രഹം, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷയാണ്. കാണാനുള്ള ആഗ്രഹം എന്താ? ദിദൃക്ഷ. അപ്പൊ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. കേൾക്കാനുള്ള ആഗ്രഹം, കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ. കേൾക്കാനുള്ള ആഗ്രഹം എന്താ? ശുശ്രൂഷ. പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹമാണ് പിപ്പടിഷയാണ്. പഠിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപ്പടിഷ. കുടിക്കാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം പിപാസയാണ്. കുടിക്കാനുള്ള ആഗ്രഹം എന്താ? പിപാസ. ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബുഭുക്ഷ. അപ്പൊ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, കേൾക്കാനുള്ള ആഗ്രഹം ശുശ്രൂഷ. പഠിക്കാനുള്ള ആഗ്രഹം പിപ്പടിഷ, കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപാസ, ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. ഇനി ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, അറിയാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഇവിടെ എന്ത് വരും? ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. പറയാൻ ആഗ്രഹിക്കുന്നവൻ, പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. അപ്പൊ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, ആഗ്രഹിക്കുന്നവനാണെങ്കിലോ ജിജ്ഞാസു. പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ വിവക്ഷ, ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. കാണാനുള്ള ആഗ്രഹം, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷയാണ്. ആഗ്രഹിക്കുന്നവൻ ചോദിക്കുകയാണെങ്കിൽ ദിദൃക്ഷു. കേൾക്കാനുള്ള ആഗ്രഹം, കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ, ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷു. പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹമാണ് എന്തോ? പിപ്പടിഷ. പിപ്പടിഷ. ആഗ്രഹിക്കുന്നവൻ വരുവാണെങ്കിലോ പിപ്പടിഷു, ആഗ്രഹിക്കുന്നവൻ പിപ്പടിഷു. കുടിക്കാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം പിപാസയാണ്. കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപാസ. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. എന്നാൽ ആഗ്രഹിക്കുന്നവൻ വരുമ്പം പിപാസു, ആഗ്രഹിക്കുന്നവൻ പിപാസു. ഭക്ഷിക്കാനുള്ള ആഗ്രഹം, ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ, ആഗ്രഹിക്കുന്നവൻ വരികയാണെങ്കിൽ ബുഭുക്ഷു. ഓക്കെ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു. ആഗ്രഹിക്കുന്നവൻ കേട്ടോ. കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ, ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷു. പഠിക്കാനുള്ള ആഗ്രഹം പിപ്പടിഷ, ആഗ്രഹിക്കുന്നവൻ പിപ്പടിഷു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, ആഗ്രഹിക്കുന്നവൻ പിപാസു. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ, ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഇനി നോക്കിയേ, പോകാനുള്ള ആഗ്രഹം, പോകാനുള്ള ആഗ്രഹമാണ് ജിഗമിഷ. പോകാനുള്ള ആഗ്രഹം ഒറ്റപ്പദം എന്താ? ജിഗമിഷ. ആഗ്രഹിക്കുന്നവൻ വരുമ്പോൾ വരുന്നത് ജിഗമിഷു എന്നാണ്. ആഗ്രഹിക്കുന്നവൻ ജിഗമിഷു. കൊല്ലാനുള്ള ആഗ്രഹം, കൊല്ലാനുള്ള ആഗ്രഹമാണ് ജിങ്കാസ. ആഗ്രഹിക്കുന്നവൻ വരികയാണെങ്കിലോ ജിങ്കാസു, ആഗ്രഹിക്കുന്നവൻ ജിങ്കാസു. അപ്പൊ പോകാനുള്ള ആഗ്രഹം ജിഗമിഷ, ആഗ്രഹിക്കുന്നവൻ ജിഗമിഷു.
കൊല്ലാനുള്ള ആഗ്രഹം ജിങ്കാസ, ആഗ്രഹിക്കുന്നവൻ ജിങ്കാസു. ധനത്തോടുള്ള ആഗ്രഹം എന്താ? ധനേച്ഛയാണ്. ധനേച്ഛ. ആഗ്രഹിക്കുന്നവൻ വരുമ്പോൾ ധനേച്ചു, ആഗ്രഹിക്കുന്നവൻ ധനേച്ചു. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛയാണ്, ആഗ്രഹിക്കുന്നവൻ ലാഭേച്ചു. അപ്പം ഹിതത്തോടുള്ള ആഗ്രഹം ഹിതേച്ഛ, ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. ഓക്കെ. മോക്ഷത്തോടുള്ള ആഗ്രഹമാണ് മുമുക്ഷ. മോക്ഷത്തോടുള്ള ആഗ്രഹം എന്താണ്? മുമുക്ഷ. മോക്ഷത്തോടുള്ള ആഗ്രഹം മുമുക്ഷ. ആഗ്രഹിക്കുന്നവൻ ചോദിക്കുകയാണെങ്കിൽ മുമുക്ഷു കേട്ടോ, മുമുക്ഷു. വഞ്ചിക്കാനുള്ള ആഗ്രഹമാണ് ദിപ്സ, ആഗ്രഹിക്കുന്നവൻ ദിപ്സു. നോക്കിയേ, പോകാനുള്ള ആഗ്രഹം ജിഗമിഷ, ആഗ്രഹിക്കുന്നവൻ ജിഗമിഷു. കൊല്ലാനുള്ള ആഗ്രഹം ജിങ്കാസ, ആഗ്രഹിക്കുന്നവൻ ജിങ്കാസു. ധനത്തോടുള്ള ആഗ്രഹം ധനേച്ഛ, ആഗ്രഹിക്കുന്നവൻ ധനേച്ചു. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ, ആഗ്രഹിക്കുന്നവൻ ലാഭേച്ചു. ഹിതത്തോടുള്ള ആഗ്രഹം ഹിതേച്ഛ, ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. മോക്ഷത്തോടുള്ള ആഗ്രഹം മുമുക്ഷ, ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. വഞ്ചിക്കാനുള്ള ആഗ്രഹം ദിപ്സ, ആഗ്രഹിക്കുന്നവനോ ദിപ്സു. നയിക്കാനുള്ള ആഗ്രഹമാണ് നീശ, ആഗ്രഹിക്കുന്നവൻ ചോദിക്കുകയാണെങ്കിൽ നിനീഷു. അപ്പം നയിക്കാനുള്ള ആഗ്രഹം നിനീഷ, ആഗ്രഹിക്കുന്നവനോ നിനീഷു. ഉയർച്ചയോടുള്ള ആഗ്രഹം അല്ലെ, ഉയർച്ചയ്ക്കുള്ള ആഗ്രഹമാണ് ഉത്കർഷേച്ഛ, ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. അപ്പം നയിക്കാനുള്ള ആഗ്രഹം നിനീഷ, ആഗ്രഹിക്കുന്നവൻ നിനീഷു. ഉയർച്ചയ്ക്കുള്ള ആഗ്രഹം ഉത്കർഷേച്ഛ, ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. ജയിക്കാനുള്ള ആഗ്രഹമാണ് ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ. ജയിക്കാനുള്ള ആഗ്രഹം എന്താണ്? ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷയാണ്. വിജിഗീഷ വേണ്ടേ. അപ്പം ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ. ഇത് തന്നെ നമുക്ക് ചോദിക്കാം. വിജയിക്കാനുള്ള ആഗ്രഹം രണ്ടും ഒന്ന് തന്നെയല്ലേ? വിജയിക്കാനുള്ള ആഗ്രഹം ചോദിച്ചാലും വിജിഗീഷ അല്ലെങ്കിൽ ജിഗീഷ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ. വിജയിക്കാനുള്ള ആഗ്രഹം ചോദിച്ചാലും വിജിഗീഷ അല്ലെങ്കിൽ ജിഗീഷ. ആഗ്രഹിക്കുന്നവനോ ജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷു. ജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷു. വിജിഗീഷു. ഓക്കെ. ചെയ്യാനുള്ള ആഗ്രഹത്തെ ചഗീർഷ എന്ന് പറയും. ആഗ്രഹിക്കുന്നവൻ ചോദിക്കുകയാണെങ്കിൽ ചഗീർഷു. അപ്പൊ ചെയ്യാനുള്ള ആഗ്രഹം ചഗീർഷ, ആഗ്രഹിക്കുന്നവനോ ചഗീർഷു. മറികടക്കാനുള്ള ആഗ്രഹമാണ് തിതീർഷ. മറികടക്കാനുള്ള ആഗ്രഹം തിതീർഷ, ആഗ്രഹിക്കുന്നവൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? തിതീർഷു. മറികടക്കാനുള്ള ആഗ്രഹം തിതീർഷ, ആഗ്രഹിക്കുന്നവൻ തിതീർഷ. മറികടക്കാനെന്നോ കടക്കാനെന്നോ ഒക്കെ തരണം ചെയ്യാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിതീർഷയാണ്. അപ്പൊ നയിക്കാനുള്ള ആഗ്രഹമാണ് നിനീഷ, ആഗ്രഹിക്കുന്നവൻ നിനീഷു. ഉയർച്ചയ്ക്കുള്ള ആഗ്രഹം ഉത്കർഷേച്ഛ, ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ, ആഗ്രഹിക്കുന്നവൻ ജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷു. ചെയ്യാനുള്ള ആഗ്രഹം ചഗീർഷ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ ചഗീർഷു. മറികടക്കാനുള്ള ആഗ്രഹം തിതീർഷ അല്ലെങ്കിൽ തിതീർഷു. അപ്പം നോക്കിക്കേ, അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, കാണാനുള്ള ആഗ്രഹം എന്താ? ദിദൃക്ഷ, കേൾക്കാനുള്ള ആഗ്രഹം ശുശ്രൂഷ, പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ, ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബുഭുക്ഷയാണ്. പോകാനുള്ള ആഗ്രഹമാണ് ജിഗമിഷ, കൊല്ലാനുള്ള ആഗ്രഹം ജിങ്കാസ, ധനത്തോടുള്ള ആഗ്രഹം ധനേച്ഛ, ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ, ഹിതത്തോടുള്ള ആഗ്രഹം ഹിതേച്ഛ, മോക്ഷത്തോടുള്ള ആഗ്രഹം മുമുക്ഷ, വഞ്ചിക്കാനുള്ള ആഗ്രഹം എന്താണ്? ദിപ്സ. നയിക്കാനുള്ള ആഗ്രഹമാണ് നിനീഷ, ഉയർച്ചയോടുള്ള ആഗ്രഹം ഉത്കർഷേച്ഛ, ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ, ചെയ്യാനുള്ള ആഗ്രഹം ചഗീർഷ, മറികടക്കാനുള്ള ആഗ്രഹം എന്താണ്? തിതീർഷ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പറയാനുള്ള ആഗ്രഹം എന്താ? വിവക്ഷയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ജിജ്ഞാസ എന്തായിരുന്നു? അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ.
ചെയ്യാനുള്ള ആഗ്രഹമാണ് ചകീർഷ. ചെയ്യാനുള്ള ആഗ്രഹം ചകീർഷ. ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ അല്ലെങ്കിൽ വിജിഗീഷ. ജയിക്കാനുള്ള ആഗ്രഹമാണ് ജിഗീഷ. ഓക്കെ അല്ലേ? അപ്പൊ പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. അടുത്ത ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗുരു എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? അതായത് സ്ത്രീലിംഗം. ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ലഘു, ഗുർവി, ഗുരുണി, ഗാർഗി. ഏതാ വരേണ്ടത്? ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗം. ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ഗുർവി. ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഗുർവി. ഓക്കെ, നമുക്ക് എതിർലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ലിംഗം എന്നുള്ളത് പഠിക്കുക. ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാമം സ്ത്രീയാണോ പുരുഷനാണോ അതോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. അതായത് ഒരു നാമപദം സൂചിപ്പിക്കുന്ന വസ്തു ആൺവിഭാഗത്തിലാണോ പെൺവിഭാഗത്തിലാണോ രണ്ടിലും പെടാത്തതാണോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. അപ്പം അതായത് നാമം എന്താണ്? ആണാണോ പെണ്ണാണോ അതോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം അല്ലേ? ഓക്കെ, അപ്പം നോക്കിക്കേ, സ്ത്രീലിംഗം. സ്ത്രീലിംഗം എന്ന് പറയുമ്പം പെൺവിവാഹത്തിൽ പെടുന്ന നാമമാണ് സ്ത്രീലിംഗം അല്ലേ? പ്രത്യയങ്ങളാണ് ഈ, അൽ, ഇത്തി, ഇച്ചി, ആട്ടി, സ്യാർ. സ്യാർ കേട്ടോ, സ്യാർ എന്നൊക്കെ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം പെൺവിഭാഗത്തിൽ പെടുന്ന നാമമാണെങ്കിൽ അത് സ്ത്രീലിംഗമാണ്. അത് സ്ത്രീയെ കുറിക്കുന്ന നാമം. അതിൻ്റെ പ്രത്യയങ്ങൾ ഈ, അൾ, തി, ചി, ആട്ടി, സ്യാർ എന്നൊക്കെ വരും. അപ്പോൾ ഉദാഹരണം ശ്രദ്ധിക്കുക. കേമി. കേമി ഈ എല്ലല്ലേ അവസാനിച്ചിരിക്കുന്നത്. കള്ളി, മിടുക്കി, ഇതൊക്കെ എന്താ? ഈൽ അവസാനിച്ചു. ഇനി അള്ള, അവൾ, ഇവൾ, മകൾ, ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദമല്ലേ? ഇനി ഇത്തി, മൂപ്പത്തി, കൊല്ലത്തി, കൊതിച്ചി, നുണച്ചി, മടിച്ചി അല്ലേ? തമ്പുരാട്ടി, മണവാട്ടി. ആട്ടി വെച്ച് പറയാണ് തമ്പുരാട്ടി, മണവാട്ടി. ഇച്ചി വെച്ച് പറയുകയാണ് ഏതാ? കൊല്ലത്തി, കൊതിച്ചി, നുണച്ചി, മടിച്ചി. ആശ. നിസ്യാർ, വാരസ്യാർ. വാരസ്യാർ. അതുപോലെ മാരസ്യാർ. മാരാർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം മാരസ്യാർ. തരകസ്യാർ. തരകസ്യാർ. തരകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് താരസ്യാർ. തരകസ്യാർ, സോറി, തരകസ്യാർ കേട്ടോ. ഓക്കെ, വാരസ്യാർ, വാര്യർ. വാരസ്യാർ, മാരസ്യാർ, തരകസ്യാർ എന്നൊക്കെ പറയുമ്പോൾ സ്യാർ എന്ന് പറയുന്നതാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ പെൺവിഭാഗത്തിൽ പെടുന്നതിനെ കാണിക്കുന്നതാണ് സ്ത്രീലിംഗ ശബ്ദം. അവിടെ വരുന്ന പ്രത്യയങ്ങൾ ഈ, അള്ള്, തി, ചി, ആട്ടി, സ്യാർ എന്നൊക്കെ വരും. ഓക്കെ, അടുത്തതാണ് പുല്ലിംഗ ശബ്ദം. ആൺവിഭാഗത്തിൽ പെടുന്ന, പുരുഷനെ കുറിക്കുന്ന നാമം പുല്ലിംഗ ശബ്ദം. ആൺവിഭാഗത്തിൽ പെടുന്ന നാമം. ഇതിന് പ്രത്യയം എന്തായിരിക്കും? അൻ എന്നുള്ള പ്രത്യയമായിരിക്കും. ഉദാഹരണം അവൻ, കേമൻ, കള്ളൻ, മൂപ്പൻ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? അത് പുരുഷനെ കുറിക്കുന്ന നാമമാണ്. അത് പുല്ലിംഗ ശബ്ദമാണ്. സ്ത്രീയെ കുറിക്കുന്ന നാമം സ്ത്രീലിംഗ ശബ്ദമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, നപുംസകലിംഗ ശബ്ദം. നപുംസകലിംഗ ശബ്ദം എന്ന് വെച്ചാൽ എന്താ? അത് ആൺ പെൺ വിഭാഗത്തിൽ പെടാത്തതിനെ പറയുന്ന പേരാണ് നപുംസകലിംഗം. ആൺ പെൺ വിഭാഗത്തിൽ പെടാത്തത്. അവിടെ വരുന്ന പ്രത്യയം അമ്മെന്നോ ത് എന്നോ തു എന്നോ ഒക്കെ വരാറുണ്ട്. ത് എന്നാണ് തു, അത് രണ്ടും വരാം. അപ്പൊ ആൺ പെൺ വിഭാഗത്തിൽ പെടാത്തതിനെ നമ്മൾ പറയുന്ന പേര് നപുംസകലിംഗ ശബ്ദം എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യയം അം, ത്, തു ഇതായിരിക്കും അവസാനിക്കുന്നത്. ഉദാഹരണം മരം, പാലം, കുടം. കുടം, അത്, ഇത് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? നപുംസകലിംഗം. അതെന്ന് പറയുമ്പം അത് എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ പറയുന്നില്ല അല്ലേ? അപ്പോൾ അത് നപുംസകലിംഗമാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇനി അടുത്ത് നോക്കിയേ, അലിംഗമാണ്. അലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറഞ്ഞത്. അലിംഗം, സാമാന്യലിംഗം, ഉഭയലിംഗം. അലിംഗത്തിൻ്റെ മറ്റ് പേരുകളാണ് സാമാന്യലിംഗവും ഉഭയലിംഗവും. നമ്മൾ അലിംഗ ബഹുവചനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അലിംഗ ബഹുവചനം നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണെന്നല്ലേ? അപ്പോൾ സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് പറയുന്നതിന് നമ്മൾ സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് പറയുന്നതിന് പറയുന്ന പേരാണ് എന്തുവാ? അലിംഗം എന്ന് പറഞ്ഞത് അല്ലേ? പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് പറയുന്നത്.
ഓക്കെ, ശ്രദ്ധിക്കുക. അലിംഗം ബഹുവചനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും ഒരുമിച്ച് പറയുന്നതാണെന്ന്. അപ്പൊ അതിന് നമ്മൾ ഉദാഹരണം കുട്ടികൾ എന്നൊക്കെ ഉള്ളത് പറഞ്ഞായിരുന്നു അല്ലേ. കുട്ടികള്, അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ അലിംഗ ബഹുവചനമായിരുന്നു. ഇനി അലിംഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാമാന്യ ലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്നൊക്കെ മറ്റ് പേരുകളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് ചേർന്ന് പറയുന്നത് ബഹുവചന രൂപത്തിലല്ല, അല്ലാതെ പറയുന്നതാണ് എന്തുവാ പൂജ, അതായത് അലിംഗം എന്ന്. അലിംഗം അല്ലെങ്കിൽ സാമാന്യ ലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് ചേർന്ന് പറയുന്നത്. ഉദാഹരണം വൃദ്ധർ, അതായത് കുട്ടികളെന്ന് വേണ്ട, കുട്ടി എന്നായാലും, കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സാമാന്യ ലിംഗമാണ് കുട്ടി എന്ന് പറഞ്ഞത് കേട്ടോ. അതുപോലെ രോഗി, ഓക്കെ, രോഗികൾ എന്ന് വേണ്ട, വൃദ്ധർ പറയുമ്പം ബഹുവചന രൂപമാകുന്നു കേട്ടോ. അപ്പം വൃദ്ധർ, കുട്ടി, രോഗി, കോഴി എന്നൊക്കെ പറയുന്നു. അപ്പൊ കുട്ടി എന്ന് പറയുമ്പോഴേ അവിടെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വരികയല്ലേ. അതായത് ആൺകുട്ടിയും പറയാം പെൺകുട്ടിയും പറയാം കുട്ടി എന്നല്ലയോ. ഓക്കെ, ഇവിടെ അതുപോലെ രോഗി എന്ന് പറയുമ്പോൾ അവിടെ ആണാകാം പെണ്ണാകാം. ഓക്കെ, കോഴി, അതും പൂവനാകാം പിടയാകാം. അപ്പൊ ഇതിന് നമ്മൾ അലിംഗം അല്ലെങ്കിൽ സാമാന്യ ലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറയുന്നു. അതിന്റെ ബഹുവചന രൂപത്തെ പറയുന്ന പേരാണ് എന്തുവാ, അലിംഗ ബഹുവചനം എന്ന്. മനസ്സിലായോ പറഞ്ഞത്? നോക്കിക്കേ, എന്നിട്ട് അതായത് ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാമം, സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. സ്ത്രീയെ കുറിക്കുന്ന നാമത്തെ സ്ത്രീലിംഗമെന്നും പുരുഷനെ കുറിക്കുന്ന നാമത്തെ പുല്ലിംഗമെന്നും, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനെ നപുംസകലിംഗമെന്നും, സ്ത്രീലിംഗ ശബ്ദത്തെയും പുല്ലിംഗ ശബ്ദത്തെയും ചേർത്ത് അലിംഗം അല്ലെങ്കിൽ മറ്റു പേരുകളുണ്ട് സാമാന്യ ലിംഗ, അതുമല്ല എങ്കിൽ ഉഭയലിംഗം എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് എതിർലിംഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ലിംഗം ഇമ്പോർട്ടൻ്റ് ആണ്, വചനം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ മറ്റൊന്നാണ് എതിർലിംഗം. അപ്പോൾ എതിർലിംഗത്തിലെ തമ്പി എന്നുള്ളതിൻ്റെ എതിർലിംഗം, അതായത് ഇവിടെ നമ്മൾ മെയിൽ ജെൻഡറും ഫീമെയിൽ ജെൻഡറും പറയുന്നത്, സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് പറയുന്നത് അല്ലേ. ഓക്കെ, തമ്പി എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് തങ്കച്ചി. തമ്പി, തങ്കച്ചി. നമ്പ്യാർ എന്നതിൻ്റെ എതിർലിംഗം നങ്ങ്യാർ. ചാക്യാർ, ഇല്ലൊടമ്മ. കൈമൾ, കുഞ്ഞമ്മ. കൈമൾ എന്നതിൻ്റെ എതിർലിംഗം എന്താണ്, കുഞ്ഞമ്മ. പണ്ടാല, കോവിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. അങ്ങന്ന് കൊച്ചമ്മ. പഴയ സിനിമകളിലൊക്കെ അങ്ങന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നത്, അതായത് അവിടുത്തെ പുരുഷനെ വിളിക്കുന്ന അങ്ങന്ന്, സ്ത്രീയെ വിളിക്കും കൊച്ചമ്മ എന്നൊക്കെ. ഓക്കെ, നമ്പൂതിരി അന്തർജനം. അപ്പൊ തമ്പി, തങ്കച്ചി, തമിഴ് സിനിമയ്ക്കകത്തൊക്കെ തമ്പി തങ്കച്ചി എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ തമ്പി സഹോദരനാണെങ്കിൽ തങ്കച്ചി എന്താ സഹോദരി ഇല്ല. അപ്പൊ തമ്പി, തങ്കച്ചി. നമ്പ്യാർ, നങ്ങ്യാർ. ചാക്യാർ, ഇല്ലൊടമ്മ. കൈമൾ, കുഞ്ഞമ്മ. പണ്ടാല, കോവിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. അങ്ങന്ന്, കൊച്ചമ്മ. നമ്പൂതിരി, അന്തർജനം. നോക്കിയേ, പിശാരസ്യാർ അല്ലെങ്കിൽ ശാരസ്യാർ. പിശാരസ്യാർ അല്ലെങ്കിൽ ശാരസ്യാർ. ഗുരു, ഗുർവി. കവയിത്രിയാണ്. എന്താണ് കവയിത്രി എന്നാണ് എഴുതുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് കവയിത്രി എന്നുള്ള പദശുദ്ധി കയറി ചോദിക്കും. കവയിത്രി ഇങ്ങനെ തന്നെയാണ് എന്ന് കേട്ടോ. ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കവയിത്രി ഇങ്ങനെയാണ്. ജനയിതാവ്, ജനയിത്രിയാണ്. ജനയിത്രി. രചയിത്രി. ഇത് മൂന്നും ഒരുപോലെ വരുന്നതാണ്. കവി, കവയിത്രി. ജനയിതാവ്, ജനയിത്രി. രചയിത്രി. വിദ്വാൻ എന്നുള്ളതിന്റെ എതിർലിംഗം വിദുഷിയാണ്. വിദുഷി. പ്രസാധകൻ, പ്രസാധിക. ലേഖകൻ, ലേഖിക. രക്ഷകൻ, രക്ഷിക. കണ്ട, ഇത് ഒരേ കണക്ക് വരുന്ന. പ്രസാധകൻ, പ്രസാദിക. ലേഖകൻ, ലേഖിക. രക്ഷകൻ, രക്ഷിക. അപ്പൊ പിശാരടി, പിശാരസ്യാർ അല്ലെങ്കിൽ ശാരസ്യാർ.
ഗുരു ഗുർവി കവി കവയത്രി ജനയിതാവ് ജനയിത്രി രചയിതാവ് രചയിത്രി വിദ്വാൻ വിദുഷി പ്രസാധകൻ പ്രസാധിക ലേഖകൻ ലേഖിക രക്ഷകൻ രക്ഷിക. സൂതൻ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചൊരു വാക്കാണ് സൂതൻ. സൂതൻ സൂത. സൂതൻ എതിർലിംഗം എന്താണ്? സൂത. ഭൃത്യൻ ഭൃത്യ. രോഗി രോഗിണി. വിരഹി വിരഹിണി. അനുഗൃഹീതൻ അനുഗ്രഹീതനല്ല അനുഗൃഹീതനാണ്. അനുഗൃഹീതൻ. ഓക്കെ, അപ്പം അനുഗൃഹീതൻ ഇതാ അക്ഷരത്തെറ്റായിട്ടൊക്കെ പദശുദ്ധിയിലൊക്കെ കയറി ചോദിക്കുന്നതാണ്. അനുഗൃഹീതൻ എന്നാണ് എഴുതുന്നത്. അനുഗൃഹീതൻ അനുഗൃഹീത. അധ്യാപകൻ അധ്യാപിക. അധ്യാപകൻ അധ്യാപിക. കലമാൻ പേടമാൻ. കൊമ്പൻ പിടി. സൂതൻ സൂത. ഭൃത്യൻ ഭൃത്യ. രോഗി രോഗിണി. വിരഹി വിരഹിണി. അനുഗൃഹീതൻ അനുഗൃഹീത. അധ്യാപകൻ അധ്യാപിക. കലമാൻ പേടമാൻ. കൊമ്പൻ പിടി. പൂവൻ പൂവൻ പിട. ജനകൻ ജനനി. നേതാവ് നേത്രി ജേതാവ് എതിർലിംഗം എന്താ? ജേത്രി. ദാതാവ് ദാത്രി. ശ്രോതാവ് ശ്രോത്രി. ഭ്രാതാവ് സ്വസ്താവ് അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ ഫഗിനി ചോദിച്ചിട്ട് ഭ്രാതാവിന്റെ എതിർലിംഗം ഫഗിനി വന്നിട്ടുണ്ട് കേട്ടോ. പ്രഭു പ്രഭി. അപ്പൊ പൂവൻ പിട. ജനകൻ ജനനി. നേതാവ് നേത്രി. ജേതാവ് ജേത്രി. ദാതാവ് ദാത്രി. ശ്രോതാവ് ശ്രോത്രി. ഭ്രാതാവ് സ്വസ്താവ് അല്ലെങ്കിൽ ഫഗിനി. പ്രഭു എന്താണ്? പ്രഭിയാണ്. ഓക്കെ, അപ്പം എതിർലിംഗം നമ്മൾ പറഞ്ഞ തമ്പി തങ്കച്ചി. നമ്പ്യാർ നങ്ങ്യാർ. ചാക്യാർ ഇല്ലൊടമ്മ. കൈമൾ കുഞ്ഞമ്മ. പണ്ടാല കോവിലമ്മ. മാടമ്പി കെട്ടിലമ്മ. അങ്ങന്ന് കൊച്ചമ്മ. നമ്പൂതിരി അന്തർജനം. പിഷാരടി പിഷാരസ്യാർ അല്ലെങ്കിൽ ശാരസ്യാർ. ഗുരു ഗുർവി. കവി കവയത്രി. ജനയിതാവ് ജനയിത്രി. രചയിതാവ് രചയിത്രി. വിദ്വാൻ വിദുഷി. പ്രസാധകൻ പ്രസാധിക. ലേഖകൻ ലേഖിക. രക്ഷകൻ രക്ഷിക. സൂതൻ സൂത. ഭൃത്യൻ ഭൃത്യ. രോഗി രോഗിണി. വിരഹി വിരഹിണി. അനുഗൃഹീതൻ അനുഗൃഹീത. അധ്യാപകൻ അധ്യാപിക. കലമാൻ പേടമാൻ. കൊമ്പൻ പിടി. പൂവൻ പിട. ജനകൻ ജനനി. നേതാവ് നേത്രി. ജേതാവ് ജേത്രി. ദാതാവ് ദാത്രി. ശ്രോതാവ് ശ്രോത്രി. ഭ്രാതാവ് സ്വസ്താവ് അല്ലെങ്കിൽ ഫഗിനി. പ്രഭു എന്താ എതിർലിംഗം? പ്രഭി. അതുപോലെ വിദ്വാൻ എന്താ? വിദ്വാൻ വിദുഷിയാണ്. വിദ്വാൻ വിദുഷി. വിധുരൻ വിധുരൻ വിധവയാണ്. വിധുരൻ വിധവ. ഓക്കെ, അപ്പൊ വിദ്വാൻ വിദുഷി വിധുരൻ വിധവ. സന്യാസി സന്യാസി സന്യാസിനി. സന്യാസി സന്യാസിനി. ശിവൻ ശിവൻ എതിർലിംഗം ശിവാനിയാണ്. ശിവൻ ശിവാനി. പാർവതി ഒന്നും പറയല്ലേ. ശിവൻ ശിവാനി. ഓക്കെ, വിദ്വാൻ വിദുഷി. വിധുരൻ വിധവ. സന്യാസി സന്യാസിനി. ശിവൻ ശിവാനി. വിരഹി വിരഹി എന്നതിൻ്റെ എതിർലിംഗം വിരഹിണിയാണ്. വിരഹിണി. വിരഹി വിരഹിണി. ഓക്കെ, വിദ്വാൻ വിദുഷി. വിധുരൻ വിധവ. സന്യാസി സന്യാസിനി. ശിവൻ ശിവാനി. വിരഹി എന്താ? വിരഹിണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ശരിയായ പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത് ശരിയായി കൊടുത്തിരിക്കുന്ന പദമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ചിലവ്, സർവസ്വം, നായകി, അസ്തമനം. ഇതിൽ ശരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവസ്വം എന്നുള്ളതാണ് ശരി. ഓക്കെ, അക്ഷരത്തെറ്റായിട്ടാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം കുറച്ച് പദങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് എഴുതുന്നത്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക്
ചോദിക്കാറുണ്ട്. അതായത് ചോദിക്കുന്നത് പദശുദ്ധി എന്ന് പറയുന്നൊരു ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അത് ഇത് കണക്കുള്ളതായിരിക്കും. പിന്നെ നമ്മൾ പിരിച്ചെഴുതുക വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി എന്നുള്ളത് ശരിയായിട്ട് എഴുതാനായിരിക്കും തരുന്നത്. 4 ഓപ്ഷൻ കാണും, അത് ശരിയായിട്ട് എഴുതണം. അതുപോലെ പിന്നെ ഒറ്റപ്പദമായിട്ട് തരും. ഒറ്റപ്പദമായിട്ട് തന്നിട്ട് അതും 4 ഓപ്ഷൻ തരും. അപ്പം പദശുദ്ധി എന്ന് പറയുന്നൊരു മേഖല നമുക്കറിയാമെങ്കിൽ ആ ഒരു മാർക്ക് 3 മാർക്കോളം നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. അതായത് പദശുദ്ധി, ഒറ്റപ്പദം, അതിനൊക്കെ പിരിച്ചെഴുതുക അല്ലെങ്കിൽ ചേർത്തെഴുതാനൊക്കെ ഉള്ളത് സംഭവങ്ങൾ കയറി വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ശരിയായി. ചിലവല്ല ശരി, പിന്നോ ചെലവാണ് ശരി. അപ്പൊ ചെലവ്, അപ്പൊ ചെലവ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നായിക എന്നാണ് ശരി, അല്ല നായകി എന്നല്ല. അപ്പൊ ശരി ഏതാണ്? ഇതെല്ലാം ശരിയായ പദങ്ങളാണ്. നായിക. അതായത് ഇനി അസ്തമയമാണ് ശരി, അസ്തമനം തെറ്റാണ്, അസ്തമയം. അഞ്ജലി, അഞ്ജലി എഴുതുമ്പം ഞായും ജായും കൂടാണ് എഴുതേണ്ടത്. ഞായും ജായും നമുക്ക് ചേർത്ത് വേണമെങ്കിലും എഴുതാം. യാദൃച്ഛികം, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ് യാദൃച്ഛികം. എപ്പോഴും ശ്രദ്ധിക്കുക, യാദൃച്ഛികം അച്ഛൻ്റെ ഇച്ഛയാണ് യാദൃച്ഛികം. അനുച്ഛേദം, അനുച്ഛേദം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അനുച്ഛേദത്തിന് ഒരു ഇച്ഛ മാത്രമേ ഉള്ളൂ. അഭിവാഞ്ച, അഭിവാഞ്ച കണ്ടോ, അതുപോലെ തന്നെയാണ് ലാഞ്ചനയും എഴുതേണ്ട. അഭിവാഞ്ച, ലാഞ്ചന രണ്ടും ഒരുപോലെ. അപ്പം നോക്കിക്കേ, ചെലവ് എന്നുള്ളതാ ശരി, നായികയാണ് ശരി. അസ്തമയം, അഞ്ജലി, അഞ്ജലി എഴുതുമ്പം ഞായും ജായും. യാദൃച്ഛികം, അനുച്ഛേദം, യാദൃച്ഛികത്തിന്റെ ചായും ഇച്ഛായുമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അനുച്ഛേദം, അഭിവാഞ്ച, ലാഞ്ചന. നോക്കിയ വിദ്യുത് ശക്തി, വിദ്യുത് ശക്തിക്കകത്തും അച്ഛൻ്റെ ഇച്ഛായാണ്. അപ്പൊ നമുക്ക് യാദൃച്ഛികം, യാദൃച്ഛികം, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, ഉച്ഛ്വാസം, ഉച്ഛ്വാസം, ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം, അനാച്ഛാദനം, അനാച്ഛാദനം. കണ്ടോ, ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് അച്ഛൻ്റെ ഇച്ഛായാണ്. കണ്ടോ, അച്ഛൻ്റെ ഇച്ഛായാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ യാദൃച്ഛികം, വിദ്യുത് ശക്തി, ഉച്ഛ്വാസം, ഉച്ഛിഷ്ടം, അനാച്ഛാദനം എന്നൊക്കെ പറയുമ്പോൾ ഏത് ഇച്ഛായ വരേണ്ടത്? അച്ഛൻ്റെ ഇച്ഛായാണ്. ഓക്കെ, ശരത്ചന്ദ്രൻ, ശരത്ചന്ദ്രൻ. ഭഗവത്ഗീത, പാദസരം. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ദായാണ് അവിടെ വരേണ്ടത്. ശരത്ചന്ദ്രൻ എഴുതുമ്പം ചിലർ തായൊക്കെ എഴുതി ചന്ദ്രക്കലയൊക്കെ എഴുതി ശരത് ചന്ദ്രൻ എന്നൊക്കെ എഴുതാം. തെറ്റാ, ശരത്ചന്ദ്രൻ ഇതേ കണക്കാണ് എഴുതേണ്ടത്. ഓക്കെ, പാദസരം, പാദസ്വരമല്ല ശരി, പാദസരമാണ് ശരി. പ്രദക്ഷിണം. ഇനി നോക്കിക്കണേ, കൈ എഴുത്ത്. ഇനി കൈ ചേർത്ത് എന്ത് വന്നാലും കൈ ഇതാ ഇതുപോലെ എഴുതാവുള്ളൂ. ചിലത് ഇങ്ങനെ എഴുതാം, കൈ എഴുത്ത്. തെറ്റാ, കൈ എഴുത്ത് ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ഏതാ ശരി? ഇതാണ് ശരി, കൈയെഴുത്ത്. അതുപോലെ കൈച്ചെലവ്. ഇനി ഈ കൈയെഴുത്ത് എന്നുള്ളതിനൊന്നും നമ്മൾ കൂട്ടക്ഷരം ഉപയോഗിക്കാറില്ല. കൈച്ചെലവിന് മാത്രം എന്ത് ചെയ്യണം? കൂട്ടക്ഷരത്തിൽ എഴുതണം. കൈച്ചെലവ്. അപ്പൊ കൈയെഴുത്ത്, കൈച്ചെലവ്, കൈയൊപ്പ്. കണ്ടോ, കൈയൊപ്പ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, കൈയാമം, കൈയാമം. അപ്പൊ കൈയാമം എന്നുള്ളത് യായ്ക്ക് കൂട്ടക്ഷരമില്ല, കൂട്ടക്ഷരമില്ലാതാണ് കയ്യാമം എഴുതേണ്ടത്. അടുത്ത് നോക്കിക്കേ, കയ്യാങ്കളി, കയ്യാങ്കളി. കയ്യാങ്കളി എന്ന് പറയുമ്പോൾ അവിടെയും കൂട്ടക്ഷരം വന്നിട്ടില്ല. കൈയേറ്റം, കയ്യിൽ, കൈയക്ഷരം. കണ്ടോ, ഈ കൈ വെച്ച് തുടങ്ങിയിരുന്നത് ഈ കൈച്ചെലവ് എന്നുള്ളതിൽ മാത്രമേ നമ്മൾ കൂട്ടക്ഷരത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും കൂട്ടക്ഷരമല്ല എന്ന് ഓർക്കുക. കൈ ഇതുപോലാണ് എഴുതേണ്ടതെന്ന്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, വിമ്മിട്ടം. ചോദിക്കാറുണ്ട് വിമ്മിട്ടമാണോ ശരി, വിമ്മിഷ്ടമാണോ ശരി എന്ന്. അപ്പൊ വിമ്മിട്ടമാണ് ശരി, വിമ്മിഷ്ടം തെറ്റാണ്. നമ്മൾ പക്ഷേ പറയുന്ന വിമ്മിഷ്ടം വിമ്മിഷ്ടം എന്നാ, പക്ഷെ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ വിമ്മിട്ടം എന്നാണ് എഴുതിയും വേണ്ടത്. ഓക്കെ, അതുപോലെയാണ് ഐച്ഛികം. നമ്മൾ യാദൃച്ഛികം എഴുതിയില്ലേ, യാദൃച്ഛികം എഴുതിയതുപോലെ തന്നെയാണ് ഐച്ഛികവും അനൈച്ഛികവും എഴുതേണ്ടത്. യാദൃച്ഛികം, അനൈച്ഛികം, ഇവിടെ എല്ലാം എന്താണ്? അച്ഛൻ്റെ ഇച്ഛായാണ് അല്ലേ. ഐച്ഛികം.
യാദൃച്ഛികം, അനൈച്ഛികം, ഐച്ഛികം. പിന്നെ നമ്മൾ പറഞ്ഞു ഉച്ഛ്വാസം, അനാച്ഛാദനം, വിദ്യുത് ശക്തി, ശിരച്ഛേദം എന്നൊക്കെ പറയുമ്പോൾ ഏത് ഛായ വരണ്ടേ? അച്ഛൻ്റെ ഇച്ഛ. കേട്ടോ, ഓർത്തിരിക്കണേ. അടുത്ത് നോക്കിയാൽ ഐച്ഛികം. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ സമകാലികനാണ്. സമകാലികൻ, സമകാലീനൻ എന്നൊക്കെ കാണും. ശരി, സമകാലികനാണ്. സ്രഷ്ടാവ്, സ്രഷ്ടാവാണ് ശരി. സൃഷ്ടാവ് തെറ്റാണ്, സ്രഷ്ടാവാണ് ശരി. കേട്ടോ, സ്രഷ്ടാവാണ് ശരി. ഓക്കെ, അപ്പൊ നോക്കിക്കേ. കയ്യാമം, കയ്യാങ്കളി, കയ്യേറ്റം, കയ്യിൽ, കയ്യക്ഷരം, വിമ്മിട്ടം, ഐച്ഛികം, സമകാലികൻ, സ്രഷ്ടാവ്. ഓക്കെ, അപ്പൊ ശിപാർശയാണോ ശരി? ശിപാർശയാണോ ശരി? ശുപാർശയാണോ ശരി? ശിപാർശയാണോ ശുപാർശയാണോ ശരി? ഇതിലേതാ ശരി? ശിപാർശയാണോ ശുപാർശയാണോ? ശിപാർശയാണ് ശരി. കേട്ടോ, അതുപോലെ ഹാർദമാണോ ഹാർദവമാണോ ശരി? ഹാർദം അല്ല ഹാർദവമാണോ ശരി? ഹാർദമാണ് ശരി. തർജമ, തർജിമ, തർജമ, തർജിമ, ഇതിലേതാ ശരി? തർജമ, തർജിമ, തർജമയാണ് ശരി. ഓക്കെ, അപ്പൊ ശിപാർശ, ഹാർദം, തർജമ ഒക്കെ ശരി. അതെനിക്ക് വ്രതം, വ്രതമാണോ വ്രതമാണോ ശരി? അതിൽ വ്രതമാണ് ശരി. നമ്മൾ നേരത്തെ പറഞ്ഞു അനുഗ്രഹീതൻ, അനുഗ്രഹീതനാണോ ശരി? ഇനി അനുഗ്രഹീതനാണോ ശരി? അനുഗ്രഹീതൻ ഏതാ ശരി? അനുഗ്രഹീതനാണ് ശരി. മനസ്സിലായോ? അപ്പൊ ശിപാർശ, ഹാർദവം, ശിപാർശ, ഹാർദവം അല്ല ഹാർദം, തർജമ, വ്രതം, അനുഗ്രഹീതൻ. പതിവ്രതയാണോ ശരി? പതിവ്രതയാണോ ശരി? പതിവ്രതയാണോ ശരി? ഏതാ ശരി? പതിവ്രതയാ ശരി. കേട്ടോ, പതിവ്രത. അതുപോലെ നമ്മൾ വിമ്മിട്ടം പറഞ്ഞില്ലേ? വിമ്മിട്ടം, വിമ്മിഷ്ടം ഇങ്ങനെയൊക്കെ വരും. വിമ്മിട്ടമാണോ വിമ്മിഷ്ടമാണോ? ഏതാ ശരി? വിമ്മിട്ടമാണ് ശരി. വിമ്മിട്ടം. അതുപോലെ ശിപാർശ, ഹാർദം, തർജമ, വ്രതം, അനുഗ്രഹീതൻ, പതിവ്രത, വിമ്മിട്ടം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ശരി. ഗൃഹം, ഗൃഹീതൻ, അടുത്തത് ലോപം എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ശ്രദ്ധിക്കുക, വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. ഇതിനൊന്നൊരു ക്വസ്റ്റ്യൻ വരാണ്ട്. അതുപോലെ ഒരു വാക്കുകൊണ്ടുണ്ട്, പ്രവൃത്തിയാണോ ശരി അതോ പ്രവർത്തിയാണോ ശരി? പ്രവർത്തി, ഈ പ്രവൃത്തിയാണ് ശരി അല്ലേ? കേട്ടോ, ഈ പ്രവൃത്തിയാണ് ശരി. കേട്ടോ, പ്രവൃത്തി തെറ്റാണ്. അത് പ്രവർത്തനം എന്നാണെങ്കിൽ ഈ പ്രവർത്തനം എന്ന് എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടത്. പക്ഷെ പ്രവൃത്തി ആണെങ്കിൽ ഇതാണ് ശരി. കേട്ടോ, ഓക്കെ. അടുത്ത് നോക്കിക്കേ, ലോപം എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. പിശുക്ക്, കുറവ്, കൊതി, കാഴ്ച. ഏതാണ് ലോപം എന്ന വാക്കിന്റെ അർത്ഥം? ലോപം എന്ന വാക്കിന്റെ അർത്ഥം കുറവെന്നാണ്. ലോപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കുറയുക എന്നാണ്. നമ്മൾ ലോപസന്ധിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ലോപസന്ധിക്കകത്ത് കുറയുന്നതിന് നമ്മൾ ലോപസന്ധി എന്ന ഒരു അക്ഷരം കുറയുന്നതിന്, അപ്പം അതായത് ഒരു വർണ്ണം കുറയുന്നതിന് പറഞ്ഞതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പം കുറവാണ് അവിടെ ഉണ്ട്. അപ്പം ലോപം നമുക്കറിയാം. ലോപം എന്ന വാക്കിന്റെ അർത്ഥം, ലോപം എന്ന് പറഞ്ഞാൽ പിശുക്കാണ്. ലോപം എന്ന് പറഞ്ഞാൽ പിശുക്ക്. ലോപം കുറവാണ്. ഈ ലോപമാണെങ്കിൽ എന്താ? പിശുക്ക് എന്നാണ്. കേട്ടോ, ലോപം, പിശുക്ക്. നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത് തന്നെ ലോപമാണ്. ലോപം എന്ന് വെച്ചാൽ കുറവാണ്. ലോപം എന്ന് പറഞ്ഞാൽ പിശുക്കാണ്. നോക്കിക്കേ, കന്തരം, ഈ എന്തായാണ് ശ്രദ്ധിക്കണേ? കന്തരം, കന്തരം പറഞ്ഞപ്പോൾ ഗുഹയായി. ഇനി ഈ കന്തരം ആണെങ്കിലോ അത് കഴുത്താണ്. കന്തരം, കഴുത്ത്. അപ്പൊ കന്തരം ഗുഹ, കന്തരം കഴുത്ത്. അംബുജം, അംബുജം എന്ന് വെച്ചാൽ താമരയാണ് അല്ലേ? അംബുജം, താമര. അമ്പുതം ആണെങ്കിലോ മേഘമാണ്. അമ്പുതം, മേഘം. ഘാതകൻ, ഘാതകൻ കണ്ടോ? ഘാതകൻ, നമ്മളൊന്ന് ഓർക്കണം, ദോശ കഴിക്കുന്നവൻ ഘാതകൻ. ആ ഘാതകൻ, ഘാതകൻ ഭക്ഷിക്കുന്നവനാണ്.
ഈ ഘാതകനാണെങ്കിൽ കുഴിക്കുന്നവനാണ്. ഘാതകൻ കുഴിക്കുന്നവൻ. അപ്പം ആദ്യത്തെ ഘാതകൻ ഭക്ഷിക്കുന്നവൻ, രണ്ടാമത് ഈ തായാണ് വന്നത്, തായിലുള്ള മാറ്റമാണ്. അപ്പൊ ഘാതകനാണെങ്കിൽ കുഴിക്കുന്നവനാണ്. ഘാതകൻ, ഖായിൽ മാറ്റം വന്നു, കൊലയാളി. ഘാതകൻ കൊലയാളി. അനിലൻ കാറ്റ്, അനലൻ എന്താണ്? തീയാണ്. അനലൻ തീയാണ്. പരിണാമം മാറ്റം, പരിമാണം എന്താ? അളവ്. പരിണാമം മാറ്റം, പരിമാണം അളവ്. അപ്പൊ ലോപം കുറവ്, ലോപം എന്താണ്? പിശുക്കാണ്. കന്ദരം, കന്ദരം ഗുഹയാണ്. ഈ കന്ദരമാണെങ്കിൽ സുഗന്ധത്തിന്റെ ഇന്തായാണെങ്കിൽ കഴുത്ത്. അംബുജം താമര, അംബുദം മേഘം. ഘാതകൻ ഭക്ഷിക്കുന്നവൻ, ഘാതകൻ കുഴിക്കുന്നവൻ, ഈ ഘാതകൻ കൊലയാളി. അനിലൻ കാറ്റ്, അനലൻ എന്താ? തീയാണ്. പരിണാമം മാറ്റം, പരിമാണം എന്താണ്? അളവ്. പവനൻ, പവനൻ കാറ്റ്, പാവകൻ എന്താണ്? തീയാണ്. പവനൻ കാറ്റ്, പാവകൻ തീ. കൈതവം, കൈതവം കള്ളമാണ്. കൈതവം കള്ളം. കൈരവവോ ആമ്പൽ. കൈതവം കള്ളം, കൈരവം ആമ്പല്. പ്രേക്ഷകൻ, പ്രേക്ഷകൻ ഇഷായാണ്. പ്രേക്ഷകൻ കാണുന്നവനാണ്, കാണുന്നയാളാണ് പ്രേക്ഷകൻ. ഈ ഷായാണെങ്കിൽ പ്രേക്ഷകനാണെങ്കിലോ അയക്കുന്നയാളാണ്. അപ്പൊ പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷകൻ അയക്കുന്നയാൾ. പവനൻ കാറ്റ്, പാവകൻ തീയ്. കൈതവം കള്ളം, കൈരവം ആമ്പൽ. പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷകനോ അയക്കുന്നയാള്. അടുത്ത നോക്കിയേ, സുഗരം. സുഗരം എന്ന് വെച്ചാൽ എളുപ്പമാണ്. സൂകരം, സൂകരം എന്താ? പന്നിയാണ്. സൂകരം പന്നി. ക്ഷതി നാശമാണ്. ക്ഷിതിയോ ഭൂമിയാണ്. ക്ഷതി നാശം, ക്ഷിതി ഭൂമി. കപാലം, കപാലം എന്ന് പറഞ്ഞാൽ തലയോട് എന്നാണ്. കപാലം തലയോട്. കപോലവോ, കപോലം കവിൾത്തടമാണ്. കപോലം കവിൾത്തടം. കപോതം മാടപ്രാവ്. അപ്പൊ കപാലം തലയോട്, കപോലം കവിൾത്തടം, കപോതം എന്താ? മാടപ്രാവ്. അപ്പൊ സൂകരം, സുഗരം എളുപ്പം, സൂകരം പന്നി. ക്ഷതി നാശം, ക്ഷിതി ഭൂമി. കപാലം തലയോട്, കപോലം കവിൾത്തടം, കപോതം മാടപ്രാവ്. പവനൻ കാറ്റ്, പാവകനോ തീയാണ്. കൈതവം കള്ളമാണ്. കൈരവമാണെങ്കിലോ ആമ്പൽ. പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷകനോ അയക്കുന്നയാളാണ്. ലോപം കുറവ്, ലോപം പിശുക്ക്. കന്ദരം ഗുഹ, കന്ദരം കഴുത്ത്. അംബുജം താമര, അംബുദം മേഘം. ഘാതകൻ ഭക്ഷിക്കുന്നവൻ, ഘാതകൻ കുഴിക്കുന്നവൻ, ഈ ഘാതകനോ കൊലയാളി. അനിലൻ കാറ്റ്, അനലൻ തീയ്. പരിണാമം മാറ്റം, പരിമാണം എന്താ? അളവ്. മുകുരം, മുകുരം എന്ന് വെച്ചാൽ കണ്ണാടിയാണ്. മുകുളവോ പൂമൊട്ട്. മുകുരം കണ്ണാടി, മുകുളം പൂമൊട്ട്. ഒലി ശബ്ദമാണ്. ശബ്ദം എങ്ങനെയാണ് വരുന്നത്? ശബ്ദം അതാണ്ട് ഇങ്ങനെയാണ്, ദായാണ് വരേണ്ടത്. അപ്പം ഒലി ശബ്ദം, ഒളി എന്താണ്? ശോഭ. അപ്പം മുകുരം കണ്ണാടി, മുകുളം എന്താ? പൂമൊട്ട്. ഒലി ശബ്ദം, ഒളി എന്താ? ശോഭ. നികം, നികം പ്രകാശം. നികം പ്രകാശം, നികരം കൂട്ടം, നിടിലം നെറ്റി. നികം പ്രകാശം, നികരം കൂട്ടം, നിടിലം നെറ്റി. അപ്പം മുകുരം കണ്ണാടി, മുകുളം എന്താ? പൂമൊട്ട്. ഒലി ശബ്ദമാണ്, ഒളി എന്താണ്? ശോഭ. നികം പ്രകാശം, നികരം കൂട്ടം, നിടിലം എന്താണ്? നെറ്റിയാണ്. നിടിലം നെറ്റി. കഥനം, കഥനം പറച്ചിലാണ്. കഥനം പറച്ചിൽ. കഥനം ആണെങ്കിലോ ദായാണെങ്കിൽ ദുഃഖമാണ്. കഥനം ദുഃഖം. അളി വണ്ട്, ആളി തോഴി. അളി എന്താ? വണ്ട്. ആളിയോ തോഴി. ഋണം കടം, ഋതം സത്യം. ഋണം കടം, ഋതം സത്യം. അപ്പൊ കഥനം പറച്ചില്, കഥനം ദുഃഖം. അളി വണ്ട്, ആളി തോഴി. ഋണം കടം, ഋതം എന്താണ്? സത്യമാണ്. ഋണം കടം, ഋതം സത്യം. നാഗം, നാഗം പാമ്പ്, നാഗം സ്വർഗമാണ്. നാഗം പാമ്പ്, നാഗം സ്വർഗം. നീടം പക്ഷിക്കൂട്, നീടജം പക്ഷി. നീടം പക്ഷിക്കൂട്, നീടജം പക്ഷിക്കൂട് ജനിക്കുന്നത് പക്ഷിയാണ് അല്ലേ. അപ്പം കജം, കജവും കാജവും. കജം എന്ന് വെച്ചാൽ തലമുടിയാണ് കേട്ടോ. കജം തലമുടി. കാജവോ, കാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാടി.
കജം തലമുടിയും കാജം കണ്ണാടിയും. അപ്പം നാഗം പാമ്പ്, നാഗം സ്വർഗം, നീടം പക്ഷിക്കൂട്, നീടജം പക്ഷി, കജം തലമുടി, കാജം എന്താ കണ്ണാടിയാണ്, കാജം കണ്ണാടി. ജഠരം, ജഠരം വയറാണ് കേട്ടോ, ജഠരം വയറ്. ജഠരനോ, ജഠരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധനാണ്. ജഠരം വയറ്, ജഠരൻ എന്താണ് വൃദ്ധനാണ്. ദീനം, ദീനം രോഗമാണ്. ദീനൻ രോഗിയല്ല ദുഃഖിതൻ. ദീനൻ ദുഃഖിതൻ എന്നാണ്. ദീനം രോഗം, ദീനൻ എന്താണ് ദുഃഖിതൻ. അപ്പൊ ദീനം രോഗം, ദീനൻ ദുഃഖിതൻ. പത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഇലയാണ്. പത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിയാണ്. പത്രി പക്ഷി. പത്രം ഇല, പത്രി പക്ഷി. കജം തലമുടി, കാജം കണ്ണാടി. ജഠരം വയറ്, ജഠരൻ എന്താണ് വൃദ്ധൻ. ദീനം രോഗം, ദീനൻ എന്താണ് ദുഃഖിതൻ. നീടം പക്ഷിക്കൂട്, നീടജം എന്താണ് പക്ഷി. അതുപോലെയാണ് അകം. അകം എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെങ്കിൽ ഉള്ള് എന്നാണ്. അകം എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെങ്കിൽ എന്താണ് ഉള്ള്. ഇനി അഹമാണെങ്കിലോ, അഹം, അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം അല്ലെങ്കിൽ ആപത്ത് എന്നാണ്. രണ്ടർത്ഥമുണ്ട്, പാപം അല്ലെങ്കിൽ ആപത്ത്. അപ്പം അകം മനസ്സ് അല്ലെങ്കിൽ ഉള്ള്, അഹം എന്ന് പറഞ്ഞാൽ പാപം അല്ലെങ്കിൽ ആപത്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആകാശകുസുമം. ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശകുസുമം അബദ്ധം പ്രവർത്തിക്കുക, തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്, മനോരാജ്യം കാണുക, വിപരീത അനുഭവങ്ങൾക്ക് വിധേയമാകുക. ആകാശകുസുമം, ആകാശകുസുമം എന്ന് വെച്ചാൽ ആകാശത്ത് പൂ പിടിച്ച് നിൽക്കുന്ന കാര്യം, നടക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. അപ്പോൾ തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത് എന്നാണ്. അപ്പോൾ ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. നമുക്ക് കുറച്ച് ശൈലികൾ നോക്കാം. പമ്പരം ചുറ്റുക. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്തുവാ? പമ്പരം ചുറ്റുക, കഷ്ടപ്പെടുക എന്നാണ് അല്ലെ. പമ്പരം ചുറ്റുക, കഷ്ടപ്പെടുക എന്നാണ്. ഓളം നിന്നിട്ട് കടലാടുക. ഓളം നിന്നിട്ട് കടലാടുക നടക്കുന്ന കാര്യമാണോ? അസാധ്യമായ കാര്യം. ഓളമൊക്കെ നിന്നിട്ട് കടലാടുന്ന കാര്യം അസാധ്യമായ കാര്യമാണ്, ഒരിക്കലും ഉണ്ടാകില്ല. ആകാശം നോക്കുക അല്ലേ. ആകാശം നോക്കുക, ആകാശം നോക്കുക എന്ന് വെച്ചാൽ എന്താ? ഉത്തരം മുട്ടുക. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ മേലോട്ടൊക്കെ നോക്കാറുണ്ട്. അപ്പം ആകാശം നോക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരം മുട്ടുക എന്നാണ് അല്ലേ. ആകാശം നോക്കുക, ഉത്തരം മുട്ടുക. ഓക്കെ, ഭരതവാക്യം. ഭരതവാക്യം പാടുക, അവസാനിപ്പിക്കുക എന്നാണ്. ഭരതവാക്യം പാടുക, അവസാനിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം എന്നാണ്. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനം. ഭരതവാക്യം പാടുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനം. ഉമ്മാക്കി കാട്ടുക, പറയാറുണ്ട് ഉമ്മാക്കിയായിട്ട് പേടിപ്പിക്കല്ലേ എന്നൊക്കെ അല്ലേ. വെറുതെ പേടിപ്പിക്കുക. ഉമ്മാക്കി കാട്ടുക, വെറുതെ പേടിപ്പിക്കുക എന്നാണ്. ആകാശകുസുമം നമ്മളിപ്പോൾ പറഞ്ഞു തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്ത. ആകാശകുസുമം എന്നാണ് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. അപ്പം പമ്പരം ചുറ്റുക, കഷ്ടപ്പെടുക. ഓളം നിന്നിട്ട് കടലാടുക, അസാധ്യമായ കാര്യം. ആകാശം നോക്കുക, ഉത്തരം മുട്ടുക. ഭരതവാക്യം പാടുക, അവസാനിപ്പിക്കുക. ഉമ്മാക്കി കാട്ടുക, വെറുതെ പേടിപ്പിക്കുക. ആകാശകുസുമം തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. ഓക്കെ, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. നമ്മൾ പറയാറുണ്ട് ശങ്കരൻ ഇപ്പോഴും തെങ്ങേ തന്നെ. അതുപോലെ തന്നെ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. പുരോഗതി ഇല്ലാത്ത അവസ്ഥ, അതേ കണക്ക് നിൽക്കുകയാണ് അല്ലേ. പുരോഗതി ഇല്ലാത്ത അവസ്ഥ. അജഗളസ്ഥാനം. അജം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അജം ആടാണ്. ആട്, ഗളം എന്ന് വെച്ചാൽ കഴുത്ത്. ആടിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കുറച്ച് ഭാഗം തൂങ്ങി ഇങ്ങനെ കിടക്കാറുണ്ട് അല്ലേ. അപ്പം ഇത് അനാവശ്യമായിട്ടുള്ളതാണ്, ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനശൂന്യമെന്നോ അനാവശ്യമായിട്ടുള്ളതെന്നോ പറയാം. ഓക്കെ, വഴിയാധാരമാകുക. വഴിയാധാരമാക്കുകയല്ല, വഴിയാധാരമാകുക. ആശ്രയം ഇല്ലാതാകുക. വഴിയാധാരമാക്കുക, ആശ്രയം ഇല്ലാതാക്കുക. ശരി തന്നെയാണ്, അത് ശരിയാണ് കേട്ടോ. ഓക്കെ, വഴിയാധാരമാക്കുക, ആശ്രയം ഇല്ലാതാക്കുക. വഴിയാധാരമാകുക എന്നാണെങ്കിൽ ആശ്രയം ഇല്ലാതാവുക. ഓക്കെ, കുളിക്കാതെ ഈറനൊടുക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? കുളിക്കാതെ ഈറനൊടുക്കുക, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക അല്ലേ. നമ്മൾ കുളിക്കാതെ ഈറനൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ തെറ്റ് ചെയ്യാതെ പഴിയെല്ലാം കേൾക്കുന്നത്, നമുക്ക് ആ കുറ്റങ്ങളെല്ലാം നമ്മുടെ തലയിലാകുന്നതിനെ നമ്മൾ പറയുന്നത് എന്തുവാ? കുളിക്കാതെ ഈറനൊടുക്കുക എന്ന് പറയുന്നത്.
ഓക്കെ, മർക്കടമുഷ്ടി. മർക്കടമുഷ്ടി എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര ശാഠ്യം എന്നാണ്. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാഠ്യം. നളപാചകം. നളപാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറവുമില്ലാത്തത്, അല്ലെ ഒരു കുറ്റവും ഇല്ലാത്തത്, നല്ല പാചകം എന്നാണ്. നളപാചകം, നല്ല പാചകം, അല്ലെങ്കിൽ എന്താ? ഒരു കുറവും ഇല്ലാത്തത് എന്നാണ്. ഓക്കെ, കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടാറുണ്ട്, പളനിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാപ്പ് കെട്ടാറുണ്ട്. കാപ്പ് കെട്ടുക എന്ന് വെച്ചാൽ എന്താ? പോകാൻ തയ്യാറാവുകയാണ്, ഒരുങ്ങുക എന്നാണ്. കാപ്പ് കെട്ടുക, ഒരുങ്ങുക. ഓക്കെ, അപ്പൊ നോക്കിയേ, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറഞ്ഞാൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ. അജകളസ്ഥനം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ളതാണ്. വഴിയാധാരമാകുക എന്ന് വെച്ചാൽ ആശ്രയം ഇല്ലാതാകുക. കുളിക്കാതെ ഈറിനൊടുക്കുക, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. മർക്കടമുഷ്ടി ശാഠ്യം. നളപാചകം ഒരു കുറവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു കുറ്റവും ഇല്ലാത്തത്. കാപ്പ് കെട്ടുക, ഒരുങ്ങുക. ധനാശി പാടുക. ധനാശി പാടുക എന്ന് വെച്ചാൽ എന്താ? അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. കേളി കൊട്ടുകയോ? കേളി കൊട്ടുക, അത് ആരംഭിക്കുകയാണ് കേട്ടോ. കേളി കൊട്ടുക, ആരംഭിക്കുക. അപ്പൊ ധനാശി പാടുക, അവസാനിപ്പിക്കുക. കേളി കൊട്ടുക, ആരംഭിക്കുക. ഇത് രണ്ടും കഥകളിയിലെ ചടങ്ങുകളാണ്. ധനാശി പാടുന്നത് കഥകളി അവസാനിക്കുമ്പോഴാണ്. കേളി കൊട്ടുന്നത് കഥകളി ആരംഭിക്കുമ്പോഴാണ്. അഞ്ചാം പത്തി. അഞ്ചാം പത്തി എന്ന് പറയുമ്പോൾ ചതിക്കാൻ സഹായിക്കുന്നവെന്നാണ്. ചതിക്കാൻ സഹായിക്കുന്നവൻ, അല്ലെങ്കിൽ ഒറ്റുകാരൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചതിക്കാൻ അവസരവാദി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഒറ്റുകാരൻ, ഒറ്റുകാരൻ, അവസരവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഞ്ചാം പത്തി എന്നാണ് കേട്ടോ. അവസരവാദി. ഓക്കെ, ധനാശി പാടുക, അവസാനിപ്പിക്കുക. അഞ്ചാം പത്തി ചതിക്കാൻ സഹായിക്കുന്നവൻ. ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ കളിയാക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക, കളിയാക്കുക, അല്ലെങ്കിൽ അപമാനിക്കുക എന്നൊക്കെയാണ് ആ ശൈലിയുടെ അർത്ഥം. ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ. ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ. ഇല്ലത്തെ പൂച്ച. ഇല്ലത്തെ പൂച്ച. ഇല്ലത്തെ പൂച്ച എന്ന് വെച്ചാൽ എന്താ? എവിടെയും പ്രവേശനമുള്ള ആളിനെ പറയുന്നതാണ്. എല്ലായിടും കയറി ചെല്ലും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് എന്തുവാ? ഇല്ലത്തെ പൂച്ച. പൂച്ചയ്ക്ക് എല്ലായിടും നല്ല സർവ്വസ്വാതന്ത്ര്യമില്ല, വീടുകളിലായാലും സ്വാതന്ത്ര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ലത്തെ പൂച്ച എന്ന് വെച്ചാൽ എന്താ? എവിടെയും പ്രവേശനമുള്ള ആളെന്നാണ്. ഇഞ്ചി കടിക്കുക. ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ കഠിനമായിട്ട് ദേഷ്യപ്പെടുക എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അർത്ഥം വേറെതാണ്, ഇല്ലയോ? അതായത് ചമ്മിയിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെയാണ് ഇഞ്ചി അടിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇഞ്ചി അടിക്കുക എന്ന് വെച്ചാൽ കഠിനമായിട്ട് ദേഷ്യപ്പെടുക എന്നാണ് അതിൻ്റെ ആ ശൈലിയുടെ അർത്ഥം. ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക. അതുപോലെ ശതകം ചൊല്ലിക്കുക. ഹരഹര ചൊല്ലിക്കുക. ഹരഹര ചൊല്ലിക്കുക. തിരി എണ്ണിക്കുക. തിരി എണ്ണിക്കുക. നക്ഷത്രം എണ്ണിക്കുക. തിരി എണ്ണിക്കുക, നക്ഷത്രം എണ്ണിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? കഷ്ടപ്പെടുത്തുക എന്നാണ്. അപ്പം ശതകം ചൊല്ലിക്കുക, ഹരഹര ചൊല്ലിക്കുക, തിരി എണ്ണിക്കുക, നക്ഷത്രം എണ്ണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നാണ് കേട്ടോ. അടുത്തതാണ് ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക എന്നാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലാർത്ഥം എന്താ? ചുരുക്കി പറയുക. ഓക്കെ, വീണ്ടും ധനാശി പാടുക, അവസാനിപ്പിക്കുക. കേളികൊട്ടുക, ആരംഭിക്കുക. ഭരതവാക്യം, അവസാനം. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. വേദവാക്യം. ലംഘിക്കാൻ ആകാത്തത്, ലംഘിക്കാൻ കഴിയാത്തതിനെ പറഞ്ഞാണ് വേദവാക്യം. അലംഘനീയമായ വാക്യം എന്ന് ഈ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഓപ്ഷനിൽ കിടന്നത്. അലംഘനീയമായ വാക്യം. അലംഘനീയമായ വാക്ക്. അപ്പൊ എന്താണ് വേദവാക്യം? ലംഘിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അലംഘനീയമായ വാക്കെന്നാണ്. ഭൈമി കാമുകന്മാർ. ഭൈമി കാമുകന്മാർ എന്ന് പറഞ്ഞാൽ ശരീരർത്ഥം സ്ഥാനമോഹികൾ എന്നാണ്. ഭൈമി കാമുകന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനമോഹികൾ. ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക, ധൂർത്തടിക്കുക. ദീപാളി പുള്ളിയാണെങ്കിലോ ദീപാളി പുള്ളി. ആ പുള്ളിയാണ് ധൂർത്തടിക്കുന്നത്. അപ്പോഴോ ദീപാളി പുള്ളി, ധൂർത്തടിക്കാരൻ, ഇല്ലയോ? ദീപാളി പുള്ളി എന്ന് പറയുമ്പോൾ എന്താണ്? ധൂർത്തടിക്കാരനാണ്. അപ്പൊ ദീപാളി കുളിക്കുക, ധൂർത്തടിക്കുക. ദീപാളി പുള്ളി എന്ന് പറയുമ്പോൾ ധൂർത്തടിക്കാരനാണ്.
പർവ്വതീകരിക്കുക, പർവ്വതീകരിക്കുക, വലുതാക്കുക എന്നാണ്. പർവ്വതീകരിക്കുക, വലുതാക്കുക. അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. കേളി കൊട്ടുക, ആരംഭിക്കുക. ഭരതവാക്യം അവസാനം. വേദവാക്യം ലംഘിക്കാനാകാത്തത്. ഭൈമി കാമുകന്മാർ സ്ഥാനമോഹികൾ. ദീപാളി കുളിക്കുക, ധൂർത്തടിക്കുക. പർവ്വതീകരിക്കുക, വലുതാക്കുക. ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. വിഹക വീക്ഷണം, അകപ്പാടെയുള്ള നോട്ടം. വിഹകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷി എന്നാണ്. ഈ ഇടയ്ക്ക് ചോദിച്ച പക്ഷി. വിഹകം എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷിയാണ്. വിഹക വീക്ഷണം, ആകപ്പാടെയുള്ള നോട്ടം. അതായത് പക്ഷിയുടെയൊക്കെ നോട്ടം നല്ല മൊത്തത്തിലൊരു നോട്ടമാണ്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തറയിൽ താഴെ നിൽക്കുമ്പോൾ ആര് നോക്കും? പരുന്തൊക്കെ മേളിൽ നിന്നിങ്ങനെ നോക്കാറുണ്ട് ഇല്ല? അത് മൊത്തത്തിലാണ്, അതൊരു വീക്ഷണമാണ്, മൊത്തത്തിലുള്ള ഒരു നോട്ടമാണ്, ആകപ്പാടെയുള്ള നോട്ടം. ഓക്കെ. ധൃതരാഷ്ട്രാലിംഗനം. ധൃതരാഷ്ട്രാലിംഗനം എന്ന് വെച്ചാൽ സ്നേഹിച്ച് സ്നേഹം നടിച്ചിട്ട് നശിപ്പിക്കുകയാണ്. സ്നേഹം നടിച്ചങ്ങ് നശിപ്പിക്കുന്നതിന് പറഞ്ഞാണ് ധൃതരാഷ്ട്രാലിംഗനം. ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക, സഹായിയായിട്ട് നിൽക്കുക. ശിങ്കിടി പാടുക, സഹായിയായി നിൽക്കുക. കടവടിപ്പിക്കുക. കടവടിപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. കടവടിപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്നാണ്. ഓക്കെ. ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. വിഹക വീക്ഷണം, ആകപ്പാടെയുള്ള നോട്ടം. ധൃതരാഷ്ട്രാലിംഗനം, സ്നേഹം നടിച്ച് നശിപ്പിക്കുക. ശിങ്കിടി പാടുക, സഹായിയായിട്ട് നിൽക്കുക. കടവടിപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. അടുത്ത് നോക്കിക്കേ, ഋജു. ഋജു എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്? ഋജു എന്നതിന്റെ വിപരീത പദം വക്രം, വക്ത്രം, വക്തം, വൃത്തം. ഏതാണ് ഋജു എന്നുള്ളതിന്റെ വിപരീത പദം? ഋജു വക്രമാണ്. ഋജുവിന്റെ വിപരീത പദം എന്താണ്? വക്രം. നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. അഗ്രജൻ. അഗ്രജൻ എന്നുള്ളതിന്റെ അവരജൻ. അഗ്രജൻ, അവരജൻ. കൃപണൻ. കൃപണൻ എന്ന് വെച്ചാൽ പിശുക്കനാണ്. ഉദാരൻ. കൃപണൻ, ഉദാരൻ. കൃശം, മേദൂരം. കൃശം, മേദൂരം. ഉജ്ജ്വലം, അലസം. ഉജ്ജ്വലം, അലസം. ശാലീനം, ദീപ്രം. ശാലീനം, ദീപ്രം. ദീർഘം, ഹ്രസ്വം. ആസ്തികൻ, നാസ്തികൻ. ആസ്തികൻ, നാസ്തികൻ. നോക്കിക്കേ, അഗ്രജൻ, അവരജൻ. കൃപണൻ, ഉദാരൻ. കൃശം, മേദൂരം. ഉജ്ജ്വലം, അലസം. ശാലീനം, ദീപ്രം. ദീർഘം, ഹ്രസ്വം. ആസ്തികൻ, നാസ്തികൻ. ആസ്തികൻ, നാസ്തികൻ. ഉന്മീലനം, നിമീലനം. ഉന്മീലനം, നിമീലനം. സങ്കോചം, വികാസം. അതിശയോക്തി, ന്യൂനോക്തി. അതിശയോക്തി, ന്യൂനോക്തി. ആധിക്യം, വൈരള്യം. ജംഗമം, സ്ഥാവരം. ഉദ്ധതം, ശാന്തമെന്നുണ്ട്, സൗമ്യമെന്നുണ്ട്. അപ്പോൾ ഉദ്ധതത്തിന്റെ ഈ ഇടയ്ക്ക് വന്നത് സൗമ്യം എന്നായിരുന്നു ഓപ്ഷനിൽ കിടന്നത്. ത്യാജ്യം, ഗ്രാഹ്യം. തിക്തം, മധുരം. അപ്പോൾ ഉന്മീലനം, നിമീലനം. സങ്കോചം, വികാസം. അതിശയോക്തി, ന്യൂനോക്തി. ആധിക്യം, വൈരള്യം. ജംഗമം, സ്ഥാവരം. ഉദ്ധതം, ശാന്തമല്ലെങ്കിൽ സൗമ്യം. ത്യാജ്യം, ഗ്രാഹ്യം. തിക്തം, മധുരം. പ്രത്യക്ഷം, പരോക്ഷം. ശ്ലാഘനീയം, ഗർഹണീയം. ശ്ലാഘ്യം ചോദിച്ചാൽ ഗർഹ്യം എന്നും. ശ്ലാഘ്യം, ഗർഹ്യം. സഫലം, വിഫലം. ഐഹികം, പാരത്രികം. സ്വകീയം, പരകീയം. പ്രത്യക്ഷം, പരോക്ഷം. ശ്ലാഘനീയം, ഗർഹണീയം. സഫലം, വിഫലം. ഐഹികം, പാരത്രികം. സ്വകീയം, പരകീയം. ശ്ലാഘ്യം, ഗർഹ്യം. ശ്ലാഘ്യം, ഗർഹ്യം. അതുപോലെ നാസ്തികൻ. നാസ്തികൻ, ആസ്തികൻ. നാസ്തികൻ, ആസ്തികൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നാസ്തികൻ, ആസ്തികൻ. നാസ്തി, ആസ്തി. നാസ്തി, ആസ്തി. ആർജവം. ആർജവം, കൗടില്യം. ആർജവം, കൗടില്യം. അപ്പൊ ശ്ലാഘ്യം, ഗർഹ്യം. നാസ്തികൻ, ആസ്തികൻ. നാസ്തി,
ആസ്തി, ആർജവം എന്താണ്? കൗടില്യം. അപ്പൊ പ്രത്യക്ഷം, പരോക്ഷം, ശ്ലാഘനീയം, ഗർഹണീയം, സഫലം, വിഫലം, ഐഹികം, പാരത്രികം, സ്വകീയം, പരകീയം, ശ്ലാഘ്യം, ഗർഹ്യം, നാസ്തികൻ, ആസ്തികൻ, നാസ്തി, ആസ്തി, ആർജവം, കൗടില്യം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പികം. പികം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തത്ത, പൂവ്, കുയില്, പാട്ട്. പികം എന്ന് പറഞ്ഞാൽ കുയിൽ എന്നാണ്. പികം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുയിൽ. അപ്പോൾ കുറച്ച് പര്യായ പദങ്ങളിലോട്ട് പോകാം. ശ്രദ്ധിക്കുക. കുയിൽ. ആദ്യം തന്നെ കുയിലിന്റെ ആണ്. കോകിലം, പികം, കളകണ്ഠം. കളകണ്ഠമാണ്. കളകണ്ഠം, വനപ്രിയം. അപ്പൊ കുയിലിന്റെ പര്യായ പദങ്ങൾ കോകിലം, പികം, കളകണ്ഠം, വനപ്രിയം. കോകിലം, പികം, കളകണ്ഠം, വനപ്രിയം. ജലം എന്നുള്ളതിൻ്റെത് തോയം, വാരി, അമ്പു, സലിലം, വെള്ളം. അപ്പൊ എന്തൊക്കെയാണ് ജലത്തിൻ്റെത്? തോയം, വാരി, അമ്പു, സലിലം, വെള്ളം. ഓക്കെ. തലമുടി. തലമുടിയുടെ വേണി, കേശം, ചികൂരം, കച്ചം, കുഴൽ, ശിരോരുഹം. അപ്പൊ കുയിലിന്റെ എന്തൊക്കെയാണ്? കോകിലം, പികം, കളകണ്ഠം, വനപ്രിയം. ജലത്തിൻ്റെത് തോയം, വാരി, അമ്പു, സലിലം, വെള്ളം. തലമുടി, വേണി, കേശം, ചികൂരം, കചം, കുഴൽ, ശിരോരുഹം. അടുത്തതൊക്കെ താമര. താമര എന്നുള്ളതിൻ്റെത് നളിനം, പത്മം, കമലം, സാരസം, രാജീവം, നീരജം, സരോജം, വാരിജം, ജലജം, അംബുജം. നളിനം, പത്മം, കമലം, സാരസം, രാജീവം, നീരജം, സരോജം, വാരിജം, ജലജം, അംബുജം. അതായത് വെള്ളത്തിൽ ജനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ നീരജം, സരോജം, വാരിജം, ജലജം, അംബുജം എന്നൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ താമര, നളിനം, പത്മം, കമലം, സാരസം, രാജീവം, നീരജം, സരോജം, വാരിജം, ജലജം, അംബുജം. അടുത്ത നോക്കിയേ. നക്ഷത്രം. നക്ഷത്രം എന്നുള്ളതിന്റെ താരം, താരകം, ഉഡു, വൃക്ഷം. എന്തൊക്കെയാണ്? താരം, താരകം, ഉഡു, വൃക്ഷം. നദി. നദിയുടെ നോക്കിക്കേ. നിമ്നക. നിമ്നക, തരംഗിണി, പയസിനി, തടിനി, സരിത്ത്, ആപക. അപ്പൊ നദിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാ? നിമ്നക, തരംഗിണി, പയസിനി, തടിനി, സരിത്ത്, ആപക. തോണി. വഞ്ചി, വള്ളം, നൗക. തോണിയുടെ എന്തൊക്കെയാണ്? വഞ്ചി, വള്ളം, നൗക. കുതിര. ഹയം, വാജി, അശ്വം, തുരകം. കുതിരയുടെ എന്താണ്? ഹയം, വാജി, അശ്വം, തുരകം. ചന്ദ്രൻ എന്നുള്ളത് സോമൻ, വിധു, ഇന്ദു, തിങ്കൾ, ശശി, ഹിമാംശു. അപ്പൊ എന്തൊക്കെയാ? സോമൻ, വിധു, ഇന്ദു, തിങ്കൾ, ശശി, ഹിമാംശു. നക്ഷത്രത്തിന്റെ എന്തൊക്കെയാ? താരം, താരകം, ഉഡു, വൃക്ഷം. നദിയുടേത് നിമ്നക, തരംഗിണി, പയസിനി, തടിനി, സരിത്ത്, ആപക. തോണി, വഞ്ചി, വള്ളം, നൗക. കുതിരയുടേത് ഹയം, വാജി, അശ്വം, തുരകം. ചന്ദ്രൻ എന്നുള്ളത് സോമൻ, വിധു, ഇന്ദു, തിങ്കൾ, ശശി, ഹിമാംശു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മനുഷ്യനെ. ഇവിടെയുള്ള വിഭക്തി ഏത്? മനുഷ്യനെ. ഇവിടെയുള്ള വിഭക്തി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയോജിക, പ്രതിഗ്രാഹിക, സംയോജിക, ആധാരിക. പ്രതിഗ്രാഹികയാണ്. ഏതാണ്? പ്രതിഗ്രാഹിക. മനുഷ്യനെ. എ എന്ന വന്നാൽ പ്രതിഗ്രാഹിക. എന്താണ് വിഭക്തി? വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാമം
ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിന്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റത്തെ പറയുന്ന പേരാണ് വചനം. അത് വചനമാണ്. വിഭക്തി എടുത്തത് ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് വിഭക്തി. എന്താണ് വിഭക്തി? ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് വിഭക്തി. എന്താണ് വിഭക്തി? ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് വിഭക്തി. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. മരം, അതുപോലെ കൊമ്പ്, ഇത് ഒരു നാമമാണ് മരം അല്ലേ? ഇതിന് ഈ പദവുമായിട്ട് ബന്ധം വേണം. അപ്പം മരത്തിന് കൊമ്പുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? മരത്തിൻ്റെ കൊമ്പെന്ന് എഴുതത്തില്ലേ? അപ്പം ഇൻ്റെ എന്നുള്ളൊരു പ്രത്യയം നമ്മളിവിടെ ചേർത്തിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ് എന്തുവാ? വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, വിഭക്തി 7 വിധമാണ്. വിഭക്തി 7 വിധം. അപ്പം ഏതൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? വിഭക്തി നമ്മൾ പഠിക്കുന്നത് നിപ്രസം ഉപ്രസം ആ എന്ന, നിപ്രസം ഉപ്രസം ആ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നീ എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക, പ്രത്യേകം ഒന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമൻ സീത, നാമം അതുപോലെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? നിർദ്ദേശികയായിരിക്കും. ഇനി പ്രേ ആണെങ്കിൽ പ്രതിഗ്രാഹിക, നീ പ്രായല്ലേ, പ്രതിഗ്രാഹിക എ ആണ്. എ ആണെങ്കിൽ രാമനെ സീതയെ, അപ്പം നമ്മൾ മനുഷ്യനെ എന്ന് പറഞ്ഞപ്പം എന്ത് വന്നോ? പ്രതിഗ്രാഹിക വന്നു. ഓക്കെ, അടുത്തത് സംയോജിക. സംയോജികയുടെ എന്താ? ഓടാണ്. രാമനോട് സീതയോട്. ഉദ്ദേശിക്കരുത് ഇക്ക് ന് ആണ് കേട്ടോ. ഇക്ക് ന്, രാമന് സീതയ്ക്ക്. അടുത്ത പ്രയോജിക. പ്രയോജിക്കരുത് ആലാണ്. രാമനാൽ സീതയാൽ. എന്താ? സംബന്ധിക ഇന്റെ ഉടെ, രാമന്റെ സീതയുടെ. ആ എന്താ? ആധാരിക ഇല്ല് കല്ലാണ്, കല്ല്. രാമനിൽ സീതയിൽ, രാമനിൽ സീതയിൽ. അതുപോലെ സീതയ്ക്കൽ എന്നും പറയാം കേട്ടോ. സീതയ്ക്കൽ, തെറ്റില്ല സീതയ്ക്കൽ എന്ന് പറയുമ്പോൾ. അപ്പൊ നോക്കിക്കേ, നമ്മൾ പ്രത്യയങ്ങൾ എങ്ങനെ പഠിക്കുന്നത്? നിപ്രസം ഉപ്രസം ആ എന്നാണ് പഠിക്കുന്നത്. നീ നിർദ്ദേശിക്കുകയാണ്, അതിന് പ്രത്യയമില്ല. അതിനൊക്കെ പ്രതിഗ്രാഹിക എയാണ്. സംയോജിക ഓട്, ഉദ്ദേശിക ഇക്ക്, പ്രയോജിക ആല്, സംബന്ധിക ഇന്റെ ഉടെ, ആധാരിക ഇല്ല് കല്ല്. കേസ് തിക്കുക. അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, ഒരു നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് നാമത്തെ ചേർക്കുന്ന പ്രത്യയത്തിന് പറഞ്ഞ പേരാണ് വിഭക്തി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ വിഭക്തി നമുക്കറിയാം 7 വിധം ഉണ്ട്. നമ്മൾ പഠിച്ചു നിപ്രസം ഉപ്രസം ആ എന്ന് പഠിച്ചു. അപ്പം നിപ്രസം ഉപ്രസം ആ, നിർദ്ദേശിക പ്രത്യയമില്ല, പ്രതിഗ്രാഹിക എ, സംയോജിക ഓട്, ഉദ്ദേശിക ഇക്ക്, പ്രയോജിക ആല്, സംബന്ധിക ഇന്റെ ഉടെ, ആധാരിക എങ്ങനെയാണ്? ഇല്ല് കല്ല്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് അമ്മ കുഞ്ഞിന് പാല് കൊടുത്തു. അമ്മ കുഞ്ഞിന് പാല് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ കുഞ്ഞിന് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഇക്കിന് വരും. അപ്പൊ അതെന്താണ്? ഇക്കിന് വരുമ്പോൾ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അത് നോക്കിക്കേ. രാമൻ സീതയോട് പറഞ്ഞു. പിന്നെ രാമൻ സീതയോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ സീതയോട് എന്നുള്ളത് ഏത് വരും? സീതയോട് സംയോജിക വരും അല്ലെ? സംയോജിക ഓടെന്നാണ് നമ്മൾ പറയുന്നത്. സീതയോട്. സീതയോട് അല്ലേ? അപ്പം ഇവിടെ സീതയോട് ഓടെന്നുള്ളത് സംയോജിക്കുക. എന്നാൽ ഈ രാമൻ എന്നുള്ളത് എന്ത് വരും? രാമൻ നിർദ്ദേശിക്കയില്ലയോ? രാമൻ നാമമല്ലേ? നാമമാണെങ്കിൽ അതെന്താണ്? നിർദ്ദേശിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം. മരം വെട്ടി വെള്ളം കുടിച്ചു. മരം വെട്ടി വെള്ളം കുടിച്ചു. വഞ്ചി തുഴഞ്ഞു. വഞ്ചി തുഴഞ്ഞു. അപ്പം മരം വെട്ടി വെള്ളം കുടിച്ചു, വഞ്ചി തുഴഞ്ഞു. ഈ മരവും വെള്ളവും വഞ്ചിയും എന്താണ്? ഇത് നിർദ്ദേശികയല്ല വരുന്നത്. അതായത്
ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, രാമൻ സീതയോട് പറഞ്ഞു എന്ന് പറയുന്നത്. രാമൻ സീതയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ രാമൻ എന്നുള്ളത് എന്താണ്? രാമൻ അതൊരു പുല്ലിംഗ ശബ്ദമല്ലേ? രാമൻ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമല്ലേ? ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? നിർദ്ദേശിക്ക വന്നത്. എന്നാൽ ഈ മരം, വെള്ളം, വഞ്ചി ഇത് മൂന്നും നപുംസകലിംഗ ശബ്ദമല്ലേ? നപുംസകലിംഗ ശബ്ദമാണ്. അപ്പം മരം, വെള്ളം, വഞ്ചി ഇത് മൂന്നും എന്താണ്? നപുംസകലിംഗ ശബ്ദമാണ്. അപ്പം നപുംസകലിംഗ ശബ്ദങ്ങളിൽ പ്രത്യയം തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ ഏ പ്രത്യയം ചേർത്ത് പ്രതിഗ്രാഹികയാക്കണം കേട്ടോ. ഏ പ്രത്യയം ചേർത്ത് പ്രതിഗ്രാഹികയാക്കണം. ഇത് മൂന്നും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഏ പ്രത്യയം ചേർത്ത് എന്താക്കണം? പ്രതിഗ്രാഹിക ആക്കണം. അതായത് മരം, വെള്ളം, വഞ്ചി ഇത് മൂന്നും നപുംസകലിംഗ ശബ്ദമാണ്. ഇതിനകത്ത് പ്രത്യയം തന്നിട്ടില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ഏ ചേർത്ത് പ്രതിഗ്രാഹികയാക്കുന്നത്. ഇനി തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതണം. മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു, അപ്പം മരത്തിൻ്റെ എന്നുള്ളത് സംബന്ധിക. വെള്ളത്തിൽ കളിച്ചു ഇല്ലെന്നുള്ളത് ആധാരിക. അപ്പോൾ വഞ്ചിയിൽ കയറി അവിടെയും ഇല്ല് വന്നു, ആധാരിക. പക്ഷെ തരാത്ത സന്ദർഭങ്ങളിലാണ് എന്ത് ചേർക്കേണ്ടത്? ഏ ചേർക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് വിഭക്തി? ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് വിഭക്തി. വിഭക്തി 7 വിധം: നിപ്രസം, ഉപ്രസം, നീ നിർദ്ദേശിക, പ്രത്യയമില്ല, പ്രതിഗ്രാഹിക, ഏ സംയോജിക, ഓട്, ഉദ്ദേശിക, ഇക്കിന്, പ്രയോജിക, ആല്, സംബന്ധിക, ഇന്ത്യയുടെ, ആധാരിക, ഇല്ല്, കല്ല്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രത്യയം, അതായത് പ്രത്യയം തന്നിട്ടില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുക? അത് നപുംസകലിംഗ ശബ്ദമാണോ എന്ന് നോക്കുക. തന്നിട്ടില്ലെങ്കിൽ അവിടെ ഏ പ്രത്യയം ചേർത്ത് നമ്മൾ എന്താക്കണം? പ്രതിഗ്രാഹികയാക്കണം. ഓക്കെ. പിന്നെ നമ്മൾ വചനം എന്നുള്ള ഒരു ഗ്രാമർ ഭാഗം പറഞ്ഞായിരുന്നു. വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാമം ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൻ്റെ ഒടുവിൽ വരുത്തുന്ന രൂപമാറ്റത്തെ പറയുന്ന പേരാണ് വചനം. അല്ലേ? വചനം എത്ര വിധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം 2 വിധം. ഒന്ന് ഏകവചനം, 2 ബഹുവചനം. ഏകവചനം ഒന്നിനെ കാണിക്കുന്നു, പ്രത്യയമില്ല. ബഹുവചനം ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്നു, പ്രത്യയമാണ്. അറ്, മാർ, കള്ള്. ഇനി ബഹുവചനത്തെ നമ്മൾ 3ആയിട്ട് തിരിച്ചു: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുവചന രൂപം. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് പറഞ്ഞ് അതിൻ്റെ ബഹുവചന രൂപമാണെങ്കിൽ സലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് പറയുന്നതാണ് അലിംഗ ബഹുവചനം. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ ഒരാളെ കാണുകയുള്ളൂ, അയാളോടുള്ള ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ലിംഗം എന്നുള്ള ഭാഗത്ത് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം ഇതൊക്കെയാണ് പറഞ്ഞത്. സ്ത്രീലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ കുറിക്കുന്നു, പുല്ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനെ കുറിക്കുന്നു, നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് അലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം, അതും അല്ലെങ്കിൽ സാമാന്യലിംഗം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. അപ്പോഴേ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോഴേ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന്